സാധാരണ ഞാനൊരു ടച്ച് ചെയ്യാത്ത വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ, വണ്ടി മോഡിഫിക്കേഷന്, ഇത് ഇവിടെ നമ്മളുള്ള സ്വന്തം വണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് കുറേ ആൾക്ക് അറിയില്ല. നാട്ടിലേക്ക് ദുബായിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ, എത്രയാണ് അതിന് ചെലവ് വരുന്നതൊക്കെ. നമുക്ക് ഫ്യൂവലിന് നന്നായിട്ടില്ല അറൗണ്ട് 20 lakhs എബോ കാലി ഫ്യൂവലിന് മാത്രമായിട്ട് നമ്മൾ എക്സ്പെൻസ് ആക്കിയിട്ടുണ്ടാവും. 20 lakhs എബോ 4 വണ്ടിക്ക് കൂടി 1 കോടിയായി പെട്രോൾ മാത്രല്ലേ. മാഷാ അല്ലാഹ്, അത് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അങ്ങനെ പെട്ടെന്നായത്. ലവ് മാരേജ് നല്ല വിചാരിക്കും. സത്യം പറഞ്ഞെങ്കിൽ കേരളത്തില് ആൾക്കാർക്ക് ഭയങ്കര വണ്ടി പ്രാന്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെടുത്ത് വെച്ചിട്ട് കുറെ സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിന്. ബട്ട് കേരളത്തില് ആൾക്കാർക്ക് വണ്ടി പ്രാന്ത് കൂടുതൽ തന്നെ. എന്താ വെച്ചാലില്ലേ, കേരളത്തില് ഈ മോഡിഫിക്കേഷൻ എന്നുള്ളത് ഒരു ക്രൈം പോലെയാണ്, വലിയൊരു ഒഫൻസ് ആണ്. എങ്ങനെ വെച്ചാൽ ഇപ്പോ ഈ മോഡിഫിക്കേഷന്റെ എല്ലാ ഐറ്റംസും എന്തുണ്ട് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. പക്ഷെ അത് വാങ്ങി ഇടുമ്പോഴേക്ക് പ്രശ്നമാണ് അല്ലെ. അതിന്റെ ലോജിക്ക് യുക്തി മനസ്സിലാവുന്നില്ല. നമുക്ക് ഡ്രൈവ് ആക്കാൻ പറ്റുമോ? 30 സ്പീഡ് അല്ലെങ്കിൽ ചെറിയൊരു സ്പീഡിൽ വന്ന് അപ്പോ അങ്ങനെ വെറുതെ അടിച്ചു കയറ്റി എന്നിട്ട് എല്ലാ ന്യൂസിലും വന്ന്. ഇതിൽ ഏതൊക്കെ മീഡിയാസ് ആണ് മെയിൻ ഇതിനെ കുത്തിത്തിരിപ്പാക്കിയത്? മെയിൻ മറുനാടൻ മലയാളി, ഷാജൻസ്കറി. അയാളെ പറയേണ്ട ആവശ്യമില്ല, അയാളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റില് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഒരുപക്ഷെ അവരുടെ പേര് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ചെമ്മു ചെക്കു. അപ്പോൾ ഇവര് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോയി 6 മാസം കൊണ്ട് 25,000 കിലോമീറ്റർ ഓടിയ ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇവരായിരിക്കും. ഉറപ്പല്ലേ? 100% കറക്റ്റ് അല്ലേ? പിന്നെ ഉറപ്പാണോ? മാഷാ, 25,000 കിലോമീറ്റർ, 25,000 കിലോമീറ്റർ പ്ലസ് നമ്മ നാട്ടിൽ വണ്ടി പോയി ഫുള്ള് ട്രാവൽ ചെയ്ത്. നമ്മ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് ബാംഗ്ലൂർ, പിന്നെ നമ്മ മുംബൈ, പൂനെ, പിന്നെ നമ്മ പുറത്ത് നമ്മ ഇവിടെ ട്രാവൽ ചെയ്ത്. കേരളത്തില് കർണാടക, മറ്റേ എന്തിനാ പേര്, തമിഴ്നാട്, ഊട്ടി, കൊടൈക്കനാല്. അടുത്തൊന്നും ഇതുവരെ വണ്ടി എത്തിയിട്ട് ഇങ്ങനത്തെ ഒരു മസിൽ കാർസ്, സ്പോർട്സ് കാർസ് ഇതുവരെ അവിടെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്തൊക്കെല്ലാം നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തി. കാരണം അത്രക്കും എന്നല്ല റോഡ് എന്നല്ലെങ്കിൽ ഭയങ്കര ടാസ്ക്. അതായത് നോർമൽ വണ്ടി ഉള്ളവർക്ക് തന്നെ ആ റോഡിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മ എന്തെന്ന് പറയുന്നത്, നമുക്കൊരു അത്രക്കും ഈ ഒരു വണ്ടിയായിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് നമ്മ അടുത്തൊക്കെ ട്രാവൽ ചെയ്തത്. ഏറ്റവും കൂടുതൽ നമുക്ക് ടാസ്ക് ആയത് കൊടൈക്കനാലാ. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, ഓടിക്കാൻ പറ്റിയിട്ട റോഡിന്റെ പ്രശ്നം കാരണം. പിന്നെ പൂനെല്ലാം പോകുമ്പോ നമ്മൾ ഒന്നിച്ചിട്ട് വേറെ വണ്ടി ഉണ്ടായിരുന്നു, അവരെല്ലാം ടോയ് ആക്കിയാണ്. നമ്മ 3 വണ്ടി മാത്രമാണ് ഡ്രൈവ് ചെയ്ത് പോയത്. ടോയിങ് ചെയ്ത് കൊണ്ടുപോയതാ. അവര് റിക്കവറിയിലിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മ ഡ്രൈവ് ചെയ്തിരുന്നേ. നമ്മ എങ്ങനെ വെച്ചാല് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മ പൂനെയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഏകദേശം 1350 കിലോമീറ്റർ അതിന് ട്രാവലിങ് അല്ലേ. പിന്നെ അതിന് ടോട്ടൽ എത്ര കിലോമീറ്റർ? ടോട്ടല് അപ്പ് ആൻഡ് ഡൗൺ എങ്കിലും 2000 എബോ ആയില്ലേ. 25,000 അല്ല സോറി, മീൻസ് പൂനെന്ന് വരുമ്പോഴാണ് ഗോവ ടച്ച് ആയി. ഗോവയിൽ ഒരു 2 days സ്പെൻഡ് ആക്കി. പിന്നെ നമ്മ റിട്ടേൺ നാട്ടിലേക്ക് എത്തുന്നത്. പിന്നെ മൊത്തത്തിൽ നമ്മ ഏകദേശം 25,000 പ്ലസ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത്. അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളാണ് ഈ 25,000 കിലോമീറ്റർ മുമ്പ് ആര് പോയിട്ടില്ല എങ്ങനെ മനസ്സിലായത്? കാരണം നമുക്ക് വണ്ടി ഇറക്കി തന്ന ഒരു നമ്മള് കൂട്ടുകാരുണ്ട്, ഷംനാഥൽട്ട്. അപ്പൊ അവനോട് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു നമ്മളോട്, എന്തല്ലെങ്കിൽ കാറിനിട്ട് വണ്ടി നമുക്ക് കുറെ വണ്ടി ഇറക്കിയിട്ടുണ്ട്, നിങ്ങളെ പോലെ വണ്ടിയിൽ ഇത്ര കൂടുതൽ ട്രാവൽ ചെയ്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഈ വണ്ടി മുമ്പ് കാണാത്ത കുറെ ആളുകൾ തമിഴ്നാട്ടിലായിട്ടാകുമ്പോ കണ്ടിട്ട് വണ്ടി ശരിക്കും പറഞ്ഞാല് അത് ഭയങ്കര സംഭവം. പുറത്ത് നമ്മ ഈ തമിഴ്നാട്ടിലെല്ലാം പോയില്ല, ആടൊന്നും ഇങ്ങനത്തെ വണ്ടി ഫസ്റ്റ് കാണുന്നതാണ്. അവർക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്, ബട്ട് ഫസ്റ്റ് ടൈം ആണ് വണ്ടി നേരിട്ട് കാണുന്നത്. അപ്പൊ
ഒരു ഇങ്ങോട്ട് വന്ന് കുറെ സംസാരിച്ച് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ നമ്മക്കും ഭയങ്കര ഹാപ്പിയാ സംഭവം അല്ലെ, നമ്മളെ കാരണം കൊണ്ട് മറ്റുള്ളവർ ഹാപ്പി ഹാപ്പിയാണ്. അത് ഭയങ്കര സംഭവം. അപ്പൊ നമ്മും അവരൊന്ന് വെച്ച് കുറെ സ്പെൻഡ് ചെയ്ത് കുറെ ആൾക്കാർ നമ്മളോട് പറഞ്ഞ് വണ്ടിയിൽ ഇരുത്തിയിട്ടൊന്ന് ജസ്റ്റ് റൈഡ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് നമ്മ അവരൊരു ആഗ്രഹമില്ല. അപ്പൊ നമുക്കൊരു പേടിയുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് അറിയാത്ത ആൾക്കാർ എങ്ങനെയുണ്ട് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോ പെട്ടെന്ന് നമ്മ എന്താ ഒരു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ നമ്മ ചെയ്തു കൊടുക്കുന്നത്. എന്നാലും ഒരു പേടിയുണ്ട്. ബട്ട് കല്ലി വല്ലി തവക്കല് അത്ര അന്ന് വെച്ചിട്ട് നമ്മ കുറെ റൈഡ് കൊണ്ടുപോയിട്ടുണ്ട്. മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ അങ്ങനെ 25,000 എബോ അങ്ങനെ നിങ്ങൾ പോയി. മാഷാല്ലാ. ഇപ്പോ സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ഇതായിരിക്കും എത്രത്തോളം, അതായത് ദുബായിലുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എന്താന്ന് വെച്ചാല് ഇവിടെ നമ്മളുള്ള സ്വന്തം വണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് കുറെ ആൾക്കാർ അറിയില്ല. നാട്ടിലേക്ക് ദുബായിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ, എത്രയാണ് അതിന് ചെലവ് വരുന്നതൊക്കെ. അപ്പോ അതൊന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ ജസ്റ്റ്? അത് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, സിമ്പിൾ ആണ് സംഭവം. എന്താ വെച്ചാല് നമ്മ കാർനെറ്റ് ഓഫീസ് ഉണ്ട്. കാർനെറ്റ് ഓഫീസിൽ പോയിട്ട് നമ്മ ചെയ്യേണ്ട കാര്യങ്ങള് കാർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാർനെറ്റ് പാസ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് ഏകദേശം 2,250 ആ ഒരു റേഞ്ചിൽ വരുന്നത്. പിന്നെ അല്ല, ആർ ടി നമുക്ക് ടൂറിസ്റ്റിന്റെ എടുക്കാണ്ട് അത് ചെറിയ എമൗണ്ട് 150 dirhams 180 dirhams നമുക്ക് ടൂറിസ്റ്റിന്റെ ഒന്ന് എടുക്കാണ്ടായിരുന്നു. അതുണ്ട്. പിന്നെ നമുക്ക് പ്ലസ് 1 lakh dirhamsന്റെ ചെക്ക് ഉണ്ട്. ചെക്ക് കൊടുക്കണം അവിടെ, ചെക്ക് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് പ്ലസ് 35,000 dirhams ഡെപ്പോസിറ്റ് അവിടെ നമ്മ ചെയ്യണം. ആ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് എപ്പോ കളക്ട് ചെയ്യുന്ന ആ സ്പോട്ട് നമുക്ക് റീഫണ്ട് ആവും. 1,35,000 റീഫണ്ട് ആവും. 1 lakh ചെക്ക് പ്ലസ് 35,000 dirhams ക്യാഷ്. ജസ്റ്റ് ചെക്ക് ആണ് 1 lakh. 1 lakh അത് ഒരു സേഫ്റ്റിക്ക് വെക്കുന്നത്. ആ ഡേറ്റ് ഒരു 6 month ഡേറ്റ് കഴിഞ്ഞിട്ട് വെക്കും ചെക്ക്. പിന്നെ വെച്ചാല് 35,000 dirhams നമ്മ ഡെപ്പോസിറ്റ് ക്യാഷ് വെക്കുന്നത്. അത് നമ്മൾ റിട്ടേൺ വണ്ടി കൊണ്ടുവന്ന് നമ്മ പിറ്റേ ദിവസം പോയാൽ അപ്പൊ തന്നെ ഒരു പേയ്മെന്റ് ക്ലിയർ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പൊ ഒരു എക്സ്പെൻസ് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ മൊത്തത്തിൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? പിന്നെ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് 7,000 dirhams ടോട്ടല് അറൌണ്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് 14,000 എബോ വരുന്നു. അത് അത്ര വരുന്നത്. പിന്നെ ആ ഒരു 2,000 അപ്പൊ ഒരു 16,000 20,000 അറൌണ്ട് ആ ഒരു എക്സ്പെൻസ് 20,000. നാട്ടിലെ ഒരു 3.5 4 lakhs 5 lakhsന്റെ അടുത്ത് ആ ഒരു എക്സ്പെൻസ് നമുക്ക് വരും. ആ ഒരു എക്സ്പെൻസ് നമുക്ക് 6 month നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇതാക്കല്ലേ. ശരിക്കും പറഞ്ഞെങ്കിൽ അതല്ല എക്സ്പെൻസ്, നാട്ടിലെ കൊണ്ടുപോലല്ല എക്സ്പെൻസ്. ശരിക്കും എക്സ്പെൻസ് വെച്ചാല് നമ്മ നാട്ടില് കൊണ്ടുപോയിട്ട് നമ്മ ട്രാവൽ ചെയ്യുന്നില്ലേ, നമ്മ ഫസ്റ്റ് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വിചാരിച്ച എന്താ വെച്ചാല് ഇതായിരിക്കും എക്സ്പെൻസ്. നാട്ടിൽ കൊണ്ടെങ്കിൽ പ്രശ്നമില്ല, ഫ്യൂൽ അല്ല നമ്മ അടിച്ചു പോവാം. ബട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്യൂൽ അടിച്ചിട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മ നാട്ടിലത്തെ ഫ്യൂൽ എന്ന് പറഞ്ഞാല് ഒരു എന്തല്ല ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഫ്യൂലാണ് നാട്ടിലത്തെ. നമുക്കിപ്പോ അറൗണ്ട് ഇല്ലേ നമുക്ക് 2-3 ആണ് മൈലേജ് നമുക്ക് വണ്ടി കിട്ടിയത്. ഇവിടെ എത്ര കിട്ടുന്നത്? ഇവിടെ നമുക്ക് എത്ര പെട്രോൾ അത്യാവശ്യം ഏകദേശം എത്ര എന്നാലും ഏകദേശം ഇവിടെ നോക്കലുണ്ടാവില്ല, ഇവിടെ നോക്കുന്നില്ല. അതിന് 9 കിട്ടുന്നു, 9-10 കിട്ടുന്ന പവർ കുറവ്. ഇവിടുത്തെ പകുതി കിട്ടുന്നല്ലേ. പിന്നെ അത് നമ്മിപ്പോ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല നമുക്ക് എത്ര ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫുൾ ടാങ്ക് ഇപ്പൊ ടോർച്ചിൽ 9,000 വരുന്നു ഫുൾ ടാങ്ക് അടിക്കുന്നെങ്കിൽ. ആ 9,000 എന്ന് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഏകദേശം എത്ര കിലോമീറ്റർ ഓർമ്മയിൽ ഉണ്ടാവില്ല, എന്നാലും ഒരു കണക്ക് ഏകദേശം എസ്റ്റിമേറ്റ് എത്ര ഉണ്ടാവും? അപ്രോക്സിമേറ്റ്ലി 300 അത്രേ ഉള്ളൂ. ഒരു ബാംഗ്ലൂരിലേക്ക് പോവാന് മാത്രം. ബാംഗ്ലൂരിൽ പോവാൻ അടുത്തേക്ക് റീച്ച് ആവില്ല, അതിനു മുമ്പ് ഫുൾ ടാങ്ക് വീണ്ടും ആക്കണം അല്ലേ. നമുക്ക് ഫ്യൂവലിന് നന്നായിട്ടില്ല അറൗണ്ട് 20 lakhs എബോ കാലി ഫ്യൂവലിന് മാത്രമായിട്ട് നമ്മ എക്സ്പെൻസ് ആക്കിയിട്ടുണ്ടാവും. 20 lakhs എബോ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ 4 lakhs എക്സ്പെൻസ്, അതിന്റെ 4 ഇരട്ടി. നമുക്ക് ഇതേപോലെ 20 lakhs ഒരാൾ വിശ്വസിക്കൂലട്ടോ, തള്ളെന്ന് വിചാരിക്കും. സത്യം തള്ളല്ലേ? തള്ളല്ല സംഭവം ശരിക്കും റിയൽ ആയിട്ടുള്ള സംഭവമാണ്. എന്താ വെച്ചാല്
കൊണ്ട് അല്ലെ, ഒരു വണ്ടിക്കുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ എല്ലാ വണ്ടിക്ക് കൂട്ടിട്ട്? അല്ല, ഇത് ഒരു വണ്ടിക്കുള്ളത്. ഒരു വണ്ടിക്ക് 20 lakhs? 20 lakhs എബോ. അതായത് നമുക്ക് ഒറ്റ വണ്ടിക്ക് ഇതൊരു അപ്രോക്സിമേറ്റ് പറയുന്നതാണ്. ചിലപ്പോ 25 lakhs ആയിട്ടുണ്ടാവും. കാരണം ഈ നിങ്ങൾ 4 വണ്ടിക്ക് കൂടി 1 കോടിയായി പെട്രോൾ മാത്രല്ലേ? നാട്ടിലുണ്ടായിട്ട് മീൻസ് പോക്കും വരുത്തന്നെ. ഇപ്പൊ കൊച്ചിക്ക് കൂടുതൽ നമ്മൾക്ക് പോലും വണ്ടി കൊല്ലി നിന്നിട്ടേ ഇല്ല, ടോയ് ആക്കിട്ട് ഏടെ കൊണ്ടുപോയിട്ടാ ട്രാവൽ ആക്കി തന്നെ. ഞാന് എന്റെ ഇതേപോലെയല്ല സംഭവം. ഉപ്പ എന്നോട് പറഞ്ഞ്, നീ നാട്ടില് വന്നിട്ട് കുറെ മാസമല്ലേ, നീ എന്ത് പൊരക്ക് വരാത്ത? ഓർക്ക് പൊരയിലൊന്നും എന്നെ കാണാൻ കിട്ടല്ല. കാരണം ഞാനിപ്പോ ഈ 6 മാസത്തില് ഏകദേശം പൊരയില് ഒരു 15 ദിവസം ഞാൻ പൊരലുണ്ടായിട്ടുണ്ടാവും. ഈ 15 ദിവസം എല്ലാം കൂട്ടിട്ട് 15 ദിവസം ഞാൻ പൊരലുണ്ടാവും. ബാക്കി ഫുള്ള് ഡേ ട്രാവലിങ്, ഫുൾ ഡേ ട്രാവലിങ്. കാരണം ഒന്നാമത് വെച്ചാലില്ലേ, നമ്മളൊരു ഡ്രീമാണ് എന്ത് ഇവിടുന്ന് ദുബൈന്ന് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നുള്ള ഒരു ഡ്രീം. അതാണ് ഞാൻ ചുക്കു. പിന്നെ നമ്മളൊന്ന് നാച്ചുവലിറ്റി ഒരാളുണ്ട്, നമ്മളൊരു ഫ്രണ്ട്. അപ്പൊ ഓനിപ്പോ നാട്ടിലുള്ളത്. അപ്പൊ ഞങ്ങളൊരു ഡ്രീം ആയിരുന്നു നാട്ടിലൊന്നിച്ച് വണ്ടി കൊണ്ടുപോകണോ, ഒന്ന് കറങ്ങണോ എന്നുള്ളത്. അതായത് മൊത്തം കറങ്ങണമെന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ സക്സസ് ആക്കി എടുത്തത്. വിചാരിച്ച പോലെ സക്സസ് വിചാരിച്ച പോലെ എത്ര കാലം ഈ ഒരു ഡ്രീമിന്റെ ബാക്കില്? കൊറേ കാലമായിട്ടാ. ഒരു ചെറിയൊരു മന്ത്സ്, ആ ഒരു ചെറിയൊരു മന്ത്സ് പീരീഡിലാണ് നമ്മ ഒരു പ്ലാൻ ആക്കിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. പിന്നെ ഡ്രീം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു നാട്ടിലെ വണ്ടി കൊണ്ടുപോകണം. യോനക്ക് പേഴ്സണലായിട്ട് ഒരു ഡ്രീം ഉണ്ടായിരുന്നു നാട്ടിലെ വണ്ടി കൊണ്ടുവന്നത്. അപ്പൊ നമ്മ ഇങ്ങനെ പ്ലാൻ ആക്കിയതാണ്. അപ്പോ 2 ഡ്രീമും ഒന്നിച്ച് നിന്നിട്ട് സക്സസ് ആക്കി എടുത്തത്. മാഷാ അല്ലാഹ്. ഏകദേശം ഇന്ത്യയിൽ എവിടെയല്ല കവർ ചെയ്ത്? ഏതൊക്കെ സ്റ്റേറ്റുകൾ കവർ ചെയ്ത്? നമ്മ കേരളത്തിലെ എല്ലായിടത്തും ട്രാവൽ ചെയ്തിന്. കർണാടക, പിന്നെ മഹാരാഷ്ട്ര, ഗോവ. പിന്നെ അതിന് ഗോവയിലോ ഇതിൽ പെട്ടില്ല. ഗോവ, ബാംഗ്ലൂര്, മുംബൈ, പൂനെ, പിന്നെ ഗോവ അവിടെല്ലാം ട്രാവൽ ചെയ്ത്. പിന്നെ നമ്മ വരുന്നതില്ല ഊട്ടിക്ക് പോയിന്. ഊട്ടി, കൊടൈക്കനാല്, പിന്നെ കൊറേ സ്ഥലം കിട്ടുന്നില്ല, പറയാൻ കിട്ടുന്നില്ല. സത്യം പറഞ്ഞെങ്കിൽ കൊറേ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു, കൊറേ സ്ഥലത്ത് വീഡിയോ എടുത്തിന്, കൊറേ സ്ഥലത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്തിന്. ബട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ത് പറയണ്ടേന്ന്. കൊറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തു. പക്ഷെ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തെന്നറിയോ, നിങ്ങൾ കൊണ്ടുപോകാൻ ആകെ ഒരു 4 ലക്ഷം, പക്ഷെ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയെന്ന് പറയുമ്പോൾ 4 വണ്ടി കൂടിയിട്ട് 1 കോടിന്റെ അടുത്തായി. അല്ലെ, അതാരും വിശ്വസിക്കൂലോ, പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അത്രയുള്ള എക്സ്പെൻസീവ് അല്ലെ, ഭയങ്കര എക്സ്പെൻസീവ്. മാഷാ അല്ലാഹ്. സംഭവം നമ്മൊരു ടൈമിന് ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുമ്പോ നമുക്കൊരു ഷോക്കാണ്. എന്ത് ഇത്രയുള്ള എക്സ്പെൻസ് ആക്കി എന്ന് പറയുമ്പോ നമുക്കൊരു ഷോക്ക്. എന്ത് നിങ്ങൾ ആദ്യം ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അതെങ്ങനെ നമ്മളെ എക്സ്പെൻസ് നമുക്ക് അറിയില്ല അല്ലെ. 3 months പ്ലാൻ ആക്കി കൊണ്ടുപോയത്. 3 months പിന്നെ നമുക്ക് 6 months ആയിരുന്ന സമയത്ത് തേയാണ്ട് വന്നു. അല്ലെ, എന്ത് വന്ന് 6 months തേയാണ്ട് വന്നു, മതിയാവാണ്ട് വന്നു. കറക്റ്റ്. ആ ഒരു റോഡ് അട്രാക്ഷനും ആൾക്കാരുടെ ഒരു ഇതും ഫാൻ ബേസും അല്ലെ. അതെങ്ങനെ ആ ഒരു ഫാൻ ബേസ് നിങ്ങൾക്ക് എന്ത് തോന്നി? അത് സത്യം പറഞ്ഞെങ്കിലല്ല, സീരിയസ് ആയിട്ട് നെക്സ്റ്റ് ലെവല് അവര് എക്സ്പീരിയൻസ് ഇല്ല. അത് ഭയങ്കര സംഭവം. നമുക്ക് ആൾക്കാർ തരുന്ന ഒരു എന്ത് ഒരു വണ്ടിനോട് സത്യം പറഞ്ഞെങ്കിലേ കേരളത്തില് ആൾക്കാർക്ക് ഭയങ്കര വണ്ടി പ്രാന്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെടുത്ത് വെച്ചിട്ട് കുറെ സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിന്. ബട്ട് കേരളത്തില് ആൾക്കാർക്ക് വണ്ടി പ്രാന്ത് കൂടുതൽ തന്നെ 100%. കാരണം ഇത് കേരളത്തിലുള്ള മോഡിഫിക്കേഷൻ കാർ പോലെ വേറെ ഒരു സ്ഥലത്തിന് ഇതുവരെ കണ്ടിട്ടാ. അത്രക്കും മോഡിഫിക്കേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മളെ കേരളം. 100%. ബട്ട് ഇപ്പൊ നമ്മ ദുബൈന്ന് നാട്ടിലേക്ക് വണ്ടി കൊണ്ടേ നമ്മ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിന്. ഏകദേശം എന്റെ വണ്ടിയിൽ 4 കളർ ഉണ്ട്, ഇവന്റെ വണ്ടിയിൽ 5 കളർ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചാൽ ഇതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാല് നമ്മ ഇവിടുന്ന് പെർമിറ്റ് എടുക്കുന്നതാണ്. ഫസ്റ്റ് കളർ അപ്രൂവൽ എടുക്കണം, എന്നിട്ട് അതിന് പേയ്മെന്റ് ചെയ്യണം, എന്നിട്ട് നമ്മ അത് ചെയ്യുന്നതാണ്, ഈ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ അതുപോലെ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല മോഡിഫിക്കേഷൻ എന്തുകൊണ്ട് വരുന്നില്ല? അതിപ്പോ നാട്ടില് ഇപ്പൊ കേരളത്തില് ഇപ്പോ നമ്മ വരുന്ന ഈ 6 months അറൗണ്ട് നമ്മ വരാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ന്യൂസ് വന്നത് കൊച്ചിയില്. എന്ത് കൊച്ചിയില് അത് ലുലു മാളിന്റെ അടുത്ത് വെച്ചിട്ട് തീയും എന്ത് പറഞ്ഞു കൊറേ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര ട്രാവൽ ആയിട്ട് നമ്മളെ വണ്ടി ഓൾറെഡി ഹൈലൈറ്റ് ആയിട്ടുണ്ട്, ഫേമസ് ആയിട്ടുണ്ട്. ന്യൂസാർക്കും എല്ലാ വണ്ടി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടി. അതെ അതെ, അവർക്ക് റീച്ച് ആണ് വേണ്ടത്. ഓൾറെഡി നിങ്ങളുടെ റീച്ചിലുണ്ട്. അപ്പൊ ഒരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഇതിനെ വലിയ ന്യൂസ് ആക്കി ഒരാളിട്ട് അതിനെ കോപ്പി ആക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചാനലും അല്ലെ. ആദ്യം മറുനാടൻ മലയാളി ഇട്ട്, പിന്നെ 24, റിപ്പോർട്ടർ, എല്ലാ ന്യൂസ് അല്ലേ.
അല്ല അപ്പോ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാല് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഭ്രാന്തന്മാരുള്ളത്. 100% അല്ലേ? കേരളത്തിൽ തന്നെ. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ബാംഗ്ലൂരും ഭയങ്കര അല്ലേ നല്ല ഫാൻസ് ഉണ്ട്. ഫാൻസ് ഉണ്ട്. ബട്ട് മോഡിഫിക്കേഷൻ കമ്പയർ ആക്കുമ്പോ നോക്കുമ്പോ നമ്മ കേരളത്തിൽ തന്നെ അത്. ബട്ട് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്താ വെച്ചാലില്ലേ, കേരളത്തിൽ ഈ മോഡിഫിക്കേഷൻ എന്നുള്ളത് ഒരു ക്രൈം പോലെയാണ്, വലിയൊരു ഒഫൻസ് ആണ്. എങ്ങനെ വെച്ചാൽ ഇപ്പോ എന്തെല്ലാം നടക്കുന്നത് കേരളത്തിൽ, കൊലപാതകം നടക്കുന്നുണ്ട്, എന്ത് റേപ്പ് അതൊക്കെ നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും വലിയ ക്രൈമാണ് ഇപ്പോ മോഡിഫിക്കേഷൻ. കാരണം ആൾക്കാരും ഈ MVD ആയെങ്കിലും പോലീസുകാരായെങ്കിലും കാണുന്ന ഇതെന്തോ വലിയ ക്രൈം എന്നാണ്. ഇപ്പൊ എന്തെങ്കിലും വണ്ടി ചിലപ്പോ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ കണ്ടാൽ അപ്പൊ പിടിക്കൂ, അത് ന്യൂസ് ആക്കൂ, പിന്നെ അതിന് ഫൈൻ ഇടും. ഫൈനല്ല ചെറിയ ഫൈൻ ഒന്നല്ല, വലിയ എമൗണ്ട് ഒക്കെയാണ് ഫൈൻ ഇടുന്നത്. ഫൈന് മാത്രം ഫൈന് നല്ലൊരു എമൗണ്ട്. അത് ഫൈനല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മ ഫൈനലിട്ട് കൊടുത്തല്ല, അവര് ആവശ്യപ്പെടുന്നതാണ്. എന്തിന് അവർക്ക് പിന്നൊന്നത് പോലീസുകാർക്ക് പുറത്തത്തെ വണ്ടി കാണും, നമ്മൾ ദുബായ് വണ്ടി കാണുമ്പോൾ വെറുതെ നിർത്തിക്കുന്നത്. എന്തിന് നമ്മളിന്ന് ഒരു വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും കറപ്ഷനാണ്. അവർക്ക് നമ്മളിന്ന് എന്തെങ്കിലും വാങ്ങണം. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളുണ്ട്. നമ്മ എന്താക്കും, അത് കൊടുത്തു ഒഴിവാക്കും. കറക്റ്റ് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വെറുതെ ഒരു വള്ളി കെട്ട് ടാക്സ് ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ഉണ്ടാവും. ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ഉണ്ടെങ്കിലും വെറുതെ നിർത്തിക്കും. എന്നിട്ട് ഒരു RT വരട്ടെ, MVD വരട്ടെ, എന്റെ ഇവര് വരാൻ ഇപ്പൊ ഒരു നാളെ വരുന്ന ഒരു 2-3 ദിവസം നമ്മൾ അവിടെ വണ്ടി പിടിച്ചു വെക്കും. പിന്നെ നമ്മ ഓരോ ആവശ്യപ്പെടുന്ന കൊടുത്തിട്ട് നമ്മ അല്ലേ. കാരണം ഒന്നാമതില്ല, ഇവർക്ക് സത്യം പറഞ്ഞാലില്ല, കുറച്ചാൾക്ക് അറിയുന്നില്ല, കുറച്ചാൾക്ക് അറിയുന്നതിനെ കുറിച്ചിട്ട്. ബട്ട് അവർ മെയിൻ ഫോക്കസ് ആക്കുന്നത് എന്താ, അവർക്ക് എന്തും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മ കസ്റ്റംസ് നമ്മ ഇവിടെ വണ്ടി ഇറക്കും. നമ്മ ഒന്നാമത് ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ ഇറങ്ങണമെങ്കിൽ, ഇന്ത്യയിൽ ഇറങ്ങണമെങ്കിൽ 100% ക്ലിയറിലാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയല്ല, കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടില്ല. വണ്ടി ടാക്സ്, വണ്ടിക്ക് വേണ്ടി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് നമ്മ ഇന്ത്യയിലേക്ക് വണ്ടി ഇറക്കുന്നത്. അപ്പോ അതും പോലും അറിയാത്ത കുറെ പോലീസുകാരും ഉണ്ട്, പിന്നെ MVD ഉണ്ട്, പിന്നെ കുറെ നമുക്ക് ഈ മണിപ്പാലിലൊക്കെ സീനായിന്. മണിപ്പാലിലെല്ലാം പ്രശ്നം ഭയങ്കര അത് എന്ത് പറഞ്ഞിട്ട് അൽമാക്കിയത് നല്ലോണം ബുദ്ധിമുട്ടായ മണിപ്പാലാണ്. അവിടെ വെച്ചിട്ട് വണ്ടി വെച്ചിട്ട് അവര് പറയുന്നത് ഇതെങ്ങനെ കൊണ്ടുവന്ന്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇന്ത്യയിൽ അലോഡ് ഇല്ല, റൈറ്റ് ഹാൻഡ് ഇല്ല, വണ്ടി ഒരു AC ആണ് സിംഗിൾ സ്റ്റാർ. അയാൾ ഗൂഗിളിൽ കാണിച്ചിട്ട് പറയുന്നത് ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇന്ത്യയിൽ അലോഡ് ഇല്ല. അത് മാത്രമാണ് കാർനെറ്റ് വണ്ടി പറഞ്ഞു. എന്നിട്ട് അവര് RTO കൊടുത്ത് ഞങ്ങളുടെ ഡോക്യുമെന്റ്, RTOക്ക് ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് പിന്നെ അവർ ആവശ്യപ്പെട്ട് നമുക്ക് ഒരു വണ്ടി 5000 വെച്ചിട്ട് ഞങ്ങൾ 15000 കൈക്കൂലി കൊടുത്തിട്ട് 3 വണ്ടിക്ക് 15000 കൊടുത്തിട്ട് വിട്ട്. അത് പിറ്റേ ദിവസം നോമ്പ് വരുന്നത്, നമുക്ക് സമയമില്ല. നമുക്ക് എങ്ങനെ ഇതൊന്ന് എങ്ങനെ ഒഴിവാട്ടിട്ട് കൊടുക്കുന്നതിന് ഒരാവശ്യമില്ല. ഗോവയിൽ നിന്ന് വരുന്ന വഴി മണിപ്പാല് മറ്റേ വണ്ടി ഉണ്ടല്ലോ കേസ്, ആ വണ്ടി ഓനെ കാണാൻ വേണ്ടിട്ട് പോയതാണ്. മണിപ്പാലിലാണ് അവരെ കേസ്. സൗദി ഒരു വണ്ടി വന്നിരുന്നത് മണിപ്പാലുള്ളത്. എല്ലാം ഡോഡ്ജ് തന്നെ വണ്ടി. എല്ലാം ഡോഡ്ജ് 3 ഡോഡ്ജ് ചലഞ്ചർ ആൻഡ് ഡോഡ്ജ് ചാർജർ തന്നെ. ഡോഡ്ജ് ചാർജർ തന്നെ. മാഷാ അല്ലാഹ്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് തന്നെ, കേരളത്തിൽ അത്രയും വണ്ടി ഭ്രാന്തന്മാരുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഈ മോഡിഫിക്കേഷന്റെ എല്ലാ ഐറ്റംസും എന്തുണ്ട് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്, പക്ഷെ അത് വാങ്ങി ഇടുമ്പോഴേക്ക് പ്രശ്നമാണ് അല്ലെ. അതിന്റെ ലോജിക്ക് യുക്തി മനസ്സിലാവുന്നില്ല. ചെയ്യാൻ അലോഡുണ്ട്, വിൽക്കുന്ന സാധനം വാങ്ങിയിട്ട് നമുക്ക് എന്തുവാണ് ചെയ്യാം, ടയർ സേജ് ചെയ്യുക, സസ്പെൻഷൻ ചെയ്യുക, എല്ലാം ഇവിടെ ചെയ്യാൻ അലോഡുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം വിൽക്കാൻ മാത്രം അലോഡുള്ള, ചെയ്യാൻ അലോഡില്ല. വിൽക്കാൻ അലോഡുണ്ട്, അതിന് ടാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഗവൺമെന്റ് ടാക്സ് എല്ലാം കിട്ടുന്നത്. പക്ഷെ അതിന് ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ മാത്രം പാടില്ല. അത് അതിനെന്തും കൊണ്ടുവരണോ, അത് അതിനുള്ള എന്തെങ്കിലും ഒരു നടപടി വരണോ. കാരണം അത്രക്കും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഭയങ്കര ക്രൈം പോലെ കാണുന്നത്, ചെറിയ സംഭവമല്ല, വലിയ എന്തോ സംഭവം പോലെ ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് UAE നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് കളറിൽ ഇത്ര ലിമിറ്റ് ഉണ്ട്. ഒരു 5 കളർ വരെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5 കളർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുക്കണം. എന്നിട്ട് ചെറിയ എമൗണ്ട് 200 ദിർഹംസിനുള്ളിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ആണ് പേയ്മെന്റ്. അപ്പൊ അതുപോലെ എന്തുകൊണ്ട് കേരളത്തിൽ വന്നൂടാ? കേരളത്തിൽ അതുപോലെ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ MVD ആണെങ്കിലും അവർക്ക് എന്താ ഇന്ന വണ്ടിക്ക് ഇത്ര കളർ വരെ അലോഡ് കൊടുക്കുക, അതിന് ഇത്ര പേയ്മെന്റ്, മന്ത്ലി വേണ്ട ഇയർലി ഇത്ര പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ ചെയ്യാലോ. എന്താ അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് ചോദ്യം. അത് നമുക്ക് മനസ്സിലാവുന്നില്ല.
അത് പിന്നെയല്ല നമ്മ ഈ ദുബൈന്ന് വണ്ടി നാട്ടിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ അതും ഈ പോലീസുകാർക്ക് കണ്ണു പിടിക്കുന്നില്ല. ആടാടെ വെറുതെ നിർത്തിക്കുന്നു, വെറുതെ ചൊറിയുന്നു, എന്താവശ്യം. ചിലപ്പോ വിചാരിക്കുന്നുണ്ടോ ദുബായിന്ന് വരുന്നല്ലേ അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും, വല്ല ചൊറിഞ്ഞു നോക്കിയാ കിട്ടും. അത് കൊറേ പോയി, അത് കൊറേ പോയി. തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു കോമഡി ഉണ്ടായി. അവിടെ ഒരു കോൺസ്റ്റബിൾ ഞങ്ങളെ വണ്ടി പിടിച്ചു കൊറേ നേരം ബാക്കി. ലാസ്റ്റ് ഓనికి ഒന്നും കിട്ടുന്നില്ല. ഓൻ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞ് ടാക്സ് എല്ലാം ക്ലിയർ. ഓൻ പറഞ്ഞ് ഈ തമിഴ്നാട്ടിലത്തെ ടാക്സ് കെട്ടിയിട്ടാണ്. തമിഴ്നാട്ടിലെ ടാക്സ് പിന്നെ വേറെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ ചെറിയ ചെക്ക് നിൽക്കുന്നത്. ഓന് വന്നിട്ട് സംസാരിക്കുക, എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കും. സംഭവം ഇയാളെ സെറ്റിംഗ് ആണ്. ഇയാളെ സെറ്റിംഗ് ആണ് ചെക്കനെ. എന്നിട്ട് ചെക്കൻ പറഞ്ഞ് അതിന്റെ പൈസ ഇട്ടാൽ മതി, ഞാൻ റെഡിയാക്കാൻ തന്നെ സംസാരിച്ചിട്ട് പോലീസുകാരനോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഓനോട് സംസാരിക്കുന്നു, ചെക്കനോട് സംസാരിക്കുന്നു പോലീസ് പറയുന്നത്. എന്നിട്ട് ചെക്കൻ്റെ 5000 ഇടിപ്പിച്ച് ഞങ്ങളോട്. ചെക്കൻ പറഞ്ഞ് ഇങ്ങോട്ടോ, ഞങ്ങൾ അപ്പുറം കൊണ്ടുപോയിട്ട് ചെക്കൻ്റെ ഇട്ട്. എന്നിട്ട് ഈ പോലീസായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ ഓൻ്റെ പൈസ ഇട്ടതിന് ശേഷം ഞങ്ങളോട് പോയിക്കോന്നാ. നിങ്ങൾക്ക് യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും മോശം അനുഭവം വെച്ചാല് കൊറേ ട്രാവൽ ആക്കിയാണ്. എനിക്ക് ഉണ്ടായത് എന്റെ സ്വന്തം നാട്ടിൽ നിന്ന്. സ്വന്തം നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവം ഉണ്ടായത്. എല്ലാരും സപ്പോർട്ട്. എനിക്ക് ഈ പ്രായമുള്ള ആളെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ സൗണ്ട് ആക്കുക, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടായി തൃശ്ശൂർന്നാണ്. പക്ഷെ ഏറ്റവും മോശം അനുഭവം കാസർഗോഡ്. ഒരു ദിവസം ഞാൻ ചിത്താരിയിൽ പോകുമ്പോൾ ഒരു ബൈക്കാരന് വന്ന് എന്നോട് സൈഡ് ആക്കിയിട്ട് ബൈക്ക് റോഡിലട്ടം വെച്ച് എന്നോട് ചൂടായി. അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞ് ആർക്കും ഇവിടെ ബുദ്ധിമുട്ടില്ല, സൗണ്ട് കൊണ്ട് ഒന്നും കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടായി. ഞാൻ അവനോട് നേരെ എന്നെ കൂളായിട്ട് സംസാരിച്ചു, സോറി എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു പ്രായം അവനോട് ചൂടായി. നീ ആര് റോഡ് ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഓനോട് ചൂടാവും, നീ ആര് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടോ ഓനോട് ചൂടായി. നിങ്ങൾ തല്ലാൻ വന്ന പോലെ വണ്ടിക്ക് മുമ്പിൽ വന്ന് വണ്ടി ഇറങ്ങി ബോണറ്റിൽ കൈ വെച്ച് അല്ലേ? ചിലപ്പോ ഷോ ആക്കിയായിരിക്കും. ഷോ ആക്കിയത്. ഞാൻ പിന്നെ സോറി പറഞ്ഞു. കാരണം വെച്ചാൽ ഓൻ ക്ലാസ് ആയിട്ട് തട്ടി പിടിച്ചാൽ കൊണ്ടുപോകണം. അതെ, അതൊരു ടാസ്ക് തന്നെ നാട്ടില് പാർട്സ് കിട്ടാന്. അങ്ങനെ 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 അത്ര യാത്ര ചെയ്തിട്ട് നാട്ടിലാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ചൂടായത് അല്ലേ? പിന്നെ ഇതൊരു പറഞ്ഞ പോലെ പോലീസുകാരെ ബുദ്ധിമുട്ട്. പോലീസുകാരെ ബുദ്ധിമുട്ട് അതാണ് ഏറ്റവും കൂടുതൽ അനുഭവം അല്ലെ? പറയുമ്പോൾ നാട്, നിങ്ങളെ നാട് ശരിക്കും നാട് അടൂർ. കാസർഗോഡ് നമ്മളെ കർണാടക ബോർഡർ ആയിട്ട് വരുന്ന അടൂർ. ആദൂർ സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ വണ്ടി വെക്കണല്ലേ? നമ്മ ഇല്ല പോകുന്നുണ്ടെങ്കിൽ വേറെ ആൾ കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കസ്റ്റംസിലാണ്. ഇപ്പൊ പുറത്ത് ട്രാവൽ ആക്കുന്നുണ്ട്. ഇപ്പൊ കാർനെറ്റിൽ 2 ആള് പേര് ആഡ് ചെയ്യും. അതിൽ ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ വെക്കണ്ട. ഇപ്പൊ ഞാനൊരു പ്രാവശ്യം ട്രാവൽ ചെയ്ത് ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദുബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കസ്റ്റംസിൽ എന്റെ ഡോക്യുമെന്റ്സും ചാവിയും അവിടെ സെൻഡർ ആക്കും. വണ്ടി സറണ്ടർ ആക്കണോ? അല്ലല്ല, ചാവി മാത്രം. വണ്ടിയുടെ ചാവി അടക്കം വെക്കണോ തന്നെ. പിന്നെ അവിടെ പാർക്കിങ്ങിന് അത്ര സൗകര്യം സപ്പോർട്ട് ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ നമ്മളിപ്പോ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ നമ്മൾ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് വേണം പോവാന്. പിന്നെ നമ്മൾ ഈ വിലപിടിപ്പുള്ള വണ്ടി ഗ്രാഫിക്സ് എല്ലാം ചെയ്തല്ലേ, സപ്പോർട്ട് ആക്കിയിട്ടാണ് ഇതാക്കുന്നത്. അങ്ങനെ കാർനെറ്റിൽ ഒരാൾ നമുക്ക് പേര് ചേർക്കാം, ബ്രദറിനെ, ബ്ലഡ് റിലേഷൻ മാത്രമല്ല ആരെ വേണമെങ്കിൽ ഒരാളെ ഇതാക്കാം അല്ലെ? അങ്ങനെ അങ്ങനെ നാട്ടിൽ ഈ റോഡിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത്? കാരണം ഇവിടെ ലെഫ്റ്റ്, നാട്ടിൽ റൈറ്റ്, അപ്പോൾ നമ്മള് ഡ്രൈവിംഗ് പ്രശ്നം വരുന്നുണ്ട്? അങ്ങനെ തട്ടിനാ സ്ക്രാച്ച് ആയി പൊട്ടി, ഗ്ലാസ്സേ പൊട്ടി അല്ലേ? ഓവർടേക്ക് ആക്കുമ്പോൾ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓവർടേക്ക് ആക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. എത്രയായാലും ഓവർടേക്ക് തന്നെ മെയിൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അല്ല, റൈറ്റില് ഓവർടേക്ക് ആക്കാന്നുള്ള കാണുന്നില്ല. കറക്റ്റ് ഓവർടേക്ക് ആക്കുമ്പോഴാണ് മെയിൻ പ്രശ്നം വരുന്നത് തന്നെ. പിന്നെ നമുക്ക് ഈ സിഗ്നൽ ഇടുമ്പോ സിഗ്നൽ ഇടുമ്പോ പ്രശ്നം വരുന്നത്. എന്റെ പിന്നെ മെർസിഡസ് ബെൻസ് ആയതുകൊണ്ട് ചിലപ്പോ ഗിയറും സിഗ്നലും ചിലപ്പോ മാറുന്ന. അല്ല, നിങ്ങൾക്ക് വൈപ്പറും സിഗ്നൽ പ്രശ്നം വരുന്ന? വൈപ്പർ സിഗ്നൽ പ്രശ്നം ചിലപ്പോ വൈപ്പർ സിഗ്നൽ പ്രശ്നം വരുന്നുണ്ടാവും. അത് ചിലപ്പോ അറിയാതെ അത് നാട്ടിന്ന് നമ്മ ഇപ്പൊ ടോർച്ച് ഓട്ടിട്ട് നാട്ടിലത്തെ വണ്ടിയിലേക്ക് മാറുമ്പോ വരുന്നു. ഇപ്പൊ ടോർച്ച് ഓട്ടി ഇപ്പൊ നാട്ടിലുള്ള വണ്ടി യൂസ് ആക്കുമ്പോ നമുക്ക് ഇൻഡിക്കേറ്റർ മാറുന്നത്, വൈപ്പർ അറിയാണ്ട് വൈപ്പർ ഇടുന്നു, ഇൻഡിക്കേറ്റർ മാറുന്നു. പിന്നെ സ്റ്റാർട്ടിങ് 1 മാസമല്ലേ ഉണ്ടാവും, പിന്നെ കറക്റ്റ് ആവും. അത് പിന്നെ ശരിയാണ്, അത് യൂസ് ആയിക്കൊണ്ടിരിക്കുമ്പോ സെറ്റാണ്. അങ്ങനെ അങ്ങനെ. പിന്നെന്ത്, നിങ്ങള് ബാംഗ്ലൂരിലെല്ലാം പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അനുഭവം? ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഭയങ്കര സംഭവമായത്. ബാംഗ്ലൂരിൽ നിന്നല്ലെങ്കിൽ ആടുന്ന് ഫസ്റ്റ് നമ്മ ബാംഗ്ലൂർ മീറ്റപ്പ് ഉണ്ടല്ലോ, സ്റ്റോറി കാര്യങ്ങളിട്ട്. പിന്നെ ആദ്യം വൈറലായത് ബാംഗ്ലൂരിലാ? ഫസ്റ്റ് നമ്മ വൈറലാകുന്നത് അത് നമ്മ ഇട്ട് അന്ന് ആ ബാംഗ്ലൂരിൽ നിന്ന് വെച്ച് അപ്ലോഡ് ആക്കി ഓരോ വീഡിയോസിലും 10 മില്യൺ 11 മില്യൺ 12 മില്യൺ വ്യൂസ് ഇൻസ്റ്റാഗ്രാം റീൽസ് വ്യൂസ് വന്ന. കാരണം
അത്രക്കും എന്ത് അടുത്ത ആൾക്കാർ തന്ന സപ്പോർട്ട് ഇല്ല, നമ്മ എക്സ്പെക്ട് ആക്കിയിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമ്മ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. അതായത് നമ്മ വണ്ടി എടുത്ത് പോകുമ്പോ ബാക്കിൽ ഫുൾ ആൾക്കാർ ബൈക്കും കാറൊക്കെ ആയിട്ട് നമ്മളെ ബാക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം വെച്ചാലില്ലേ നമ്മ അതെങ്ങനെ ആളുകൾക്ക് കറക്റ്റ് ലൈവ് സ്റ്റാറ്റസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മ ഇന്ന് ബാംഗ്ലൂരിൽ വരുന്നുണ്ട്, ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മ മീറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പൊ ആ ഫസ്റ്റ് ആ ലൊക്കേഷനിൽ പോയിട്ടാണ് ആൾക്കാർ കുറേ ആൾക്കാർ വന്ന് നമ്മ 4 ഡോഡ്ജ് ആയിട്ട് വരുന്നല്ല. കാരണം ആ വണ്ടിയിൽ ഡോഡ്ജ് എന്നുള്ള വണ്ടീന് അത്രക്ക് ഫാൻസ് മൊത്തം ഇന്ത്യയിൽ എന്നല്ലേ ഡോഡ്ജ് കാറിനുള്ള ഫാൻസ് വേറെ ഏത് വണ്ടിക്ക് ഉണ്ടാവില്ല. അത്ര ഫാൻസ് സ്പോർട്സ് വണ്ടിക്ക് ഉണ്ടാവില്ല. കാരണം അത്രക്കും ആൾക്കാർക്ക് ഡോഡ്ജിന് അല്ലെങ്കിൽ ഭയങ്കര ക്രേസ്. ഇന്ത്യയിൽ ഈ വണ്ടി ഉണ്ട്. അതെ ഇല്ലാത്തൊരു വണ്ടി നാട്ടിലായതുകൊണ്ട് ഭയങ്കര. കാരണം നാട്ടിലേക്ക് ഇവിടുന്ന് കുറെ ആൾ നിസാൻ പെട്രോൾ കൊണ്ടുവന്ന് പല വണ്ടീസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ ഒരു അട്രാക്ഷൻ എവിടെയും കിട്ടുന്നില്ല, റോഡ് അട്രാക്ഷൻ ആളുകൾക്ക്. ഈ നമുക്ക് ഈ റോഡ് പ്രസൻസ്, പിന്നെ നമുക്ക് ഈ വണ്ടിയില് ഒന്നാമത് നമ്മ 3 വണ്ടി ഒരു തീം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീമിലാണ് നമ്മ വണ്ടി നാട്ടിലിറക്കിയത്. അപ്പോൾ അതന്നെ ആൾക്കാർക്ക് ഭയങ്കര അട്രാക്ഷനായി. അപ്പോ ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ടിങ്, പിന്നെ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് ലെവല്. പിന്നെ നമുക്ക് കേരളത്തിലാണെങ്കില് എല്ലായിടത്തും എന്തല്ലേ ഈ വണ്ടീനോട് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് ഒരു 10-15 വയസ്സിനുള്ള പിള്ളേര്, നമ്മളെ ചെറിയ പിള്ളോ, അവർക്കാണ് ഭയങ്കര ഭ്രാന്ത് അല്ലേ. 15 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് അവരാണ് നമുക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അയക്കും. ഇക്ക എവിടെയാണ്, ഇക്ക ഒന്ന് വണ്ടി എടുത്ത് വരാൻ പറ്റുമോ, ഒന്ന് സ്കൂളിൽ വരാൻ പറ്റുമോ, ഇവിടെ വരാൻ പറ്റുമോ. ബട്ട് പറ്റുന്നത് നമ്മ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഫുള്ള് LKG ഫാൻസ് ആണ്. അങ്ങനല്ല, 5ലും 6ലും 8ലും 9ലും അല്ലല്ലേ, 9ലുള്ള. ബട്ട് അവര് ചിലല്ലേ അവര് ഗെയിംസ് ഒക്കെ കളിക്കുന്ന പ്രായമല്ല. അപ്പൊ ആ ഗെയിമിലൊക്കെ ഈ വണ്ടി ഉണ്ട് ഡോഡ്ജ്. അവർ കളിക്കുന്ന ഗെയിമിൽ ഡോഡ്ജ് വണ്ടി ഉണ്ട്. അപ്പൊ അത് നേരിൽ കാണാന്നുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനല്ലേ. അപ്പൊ അങ്ങനെ നമ്മ കുറെ മെസ്സേജ് വന്നിന്. അപ്പൊ ആ മെസ്സേജ് നമ്മ കഴിഞ്ഞത്ര റെസ്പോൺസ് ആക്കിയിട്ട് അവർ മീറ്റ് ചെയ്തിട്ട് അവർ ഒന്നിച്ച് റൈഡ് പോയിന്. അത്രക്കും എന്തല്ലോ ആ ഒരു ഹാപ്പിനെസ് അവരുടെ ഫേസിൽ കണ്ടാമല്ലേ നമുക്ക് ഒരു ഭയങ്കര ഹാപ്പി. ചിലപ്പോ വണ്ടി നിർത്താൻ പറയും മുമ്പില്, ബാക്കിന്ന് വരുന്ന ഭയങ്കര അത് എന്തല്ല അവർക്കാണ് ഏറ്റവും കൂടുതൽ കിഡ്സിന്, ചെറിയ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഭ്രാന്തുള്ളത്. പിന്നെ ബാക്കി എന്താ പറയുന്ന നമ്മളെ ഈ മോഡിഫിക്കേഷന്റെ മെയിൻ കേരളത്തില് അതിന് എന്തെങ്കിലും ഒരു കറക്റ്റ് MVD അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇതിന് കൊണ്ടുവന്നെങ്കിൽ കുറച്ചും കൂടി നല്ലല്ലേ. കാരണം ഇത്രയും ആൾക്കാര് വണ്ടീനെ കുറിച്ചിട്ട് നമ്മളിപ്പോ നാട്ടില് വണ്ടീന്റെ ഭ്രാന്തന്മാർ അത്രക്കും കേരളത്തിലെ വണ്ടി ഭ്രാന്തന്മാരുണ്ട്. അപ്പൊ അത് എടുത്ത പോലീസുകാർക്ക് അറിയും, MVDക്ക് അറിയും, എല്ലാവർക്കും അറിയാം. കാരണം അവര് ഇപ്പൊ MVDയിൽ എത്ര വണ്ടി ഡെയിലി പിടിക്കുന്നുണ്ട്, മോഡിഫിക്കേഷൻ ആക്കിയിട്ട് ഫൈൻ ഇട്ട് വിടുന്നുണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയാം എന്ത് ഈ ഇത്രയൊക്കെ വണ്ടി പിടിക്കുന്നില്ല. അപ്പൊ അത്രക്കും ആൾക്കാർക്ക് എന്ത് ഈ വണ്ടീനോടുള്ള ആഗ്രഹം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോ അതിന് ഒരു നടപടി എന്തെങ്കിലും കേരളത്തിൽ വന്നില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഹാപ്പി മൂമെന്റ് അല്ല ചെക്കു? കറക്റ്റ്. ഇപ്പൊ ഞാനാണെങ്കിലും 10-20ലധികം രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ചൈന, മലേഷ്യ, അങ്ങനെ കുറെ രാജ്യങ്ങൾ. അപ്പൊ അവിടെ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. അവിടെ എല്ലാം പല നിറത്തിലും പല കോലത്തിലും പല മോഡിഫിക്കേഷൻ ചെയ്തിട്ട് റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളുള്ള ഇപ്പൊ ദുബായ് എന്ന് പറയുമ്പോൾ ഏകദേശം 196 കൺട്രീസിലും ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ റോഡിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ മോഡിഫിക്കേഷൻ പല കളറിലും മോഡലിലും ഡിസൈനിലും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒന്നും പ്രശ്നമില്ല. നാട്ടിലാണ് ഇത് വലിയൊരു പ്രശ്നം. മോഡിഫിക്കേഷൻ കൊച്ചു കേരളത്തില് എന്ത് പ്രശ്നം? അതന്നെ ന്യൂസിൽ ഭയങ്കരത്തിൽ കൊടുക്കുക. അതെല്ലാം ഈ ചെറിയ വിഷയത്തിന് വലിയ ന്യൂസ് ആക്കി കൊടുക്കുക. വലിയ ന്യൂസ് ഉണ്ട് അതൊന്ന് കണ്ടുപിടുന്നത് അങ്ങനത്തെ സംഭവം നമ്മള് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചെറിയ ചെറിയ സംഭവമല്ലോ ആൾക്കാർ എന്താക്കും, ഈ ന്യൂസ് മീഡിയാസ് ഒക്കെ എന്താക്കും, അടിച്ചു കയറ്റും. എന്നിട്ട് മെയിൻ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ന്യൂസ് എല്ലാം ഉണ്ടാവും, മെയിൻ സംഭവം. അപ്പൊ അതൊന്നും മൈൻഡ് ആക്കാത്ത സംഭവമൊക്കെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനത്തെ സംഭവം നാട്ടില് വലിയ വലിയ ഒഫൻസ്, വലിയ വലിയ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അങ്ങനെ എന്തൊക്കെ സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ കാർ നമുക്ക് സത്യം എക്സ്പീരിയൻസ് ആക്കിയ കൊച്ചിയിലത്തെ ന്യൂസാണ്. ആ ഒരു സംഭവം അത് അത്ര ട്രാഫിക് ഉള്ള ഏരിയ, ലുലു മാളിന്റെ പുറത്ത് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലുള്ള എല്ലാവർക്കും കേരളത്തിലായെങ്കിൽ എല്ലാവർക്കും അറിയുന്ന സംഭവം. ആ ഒരു ട്രാഫിക് ഉള്ള ഒരു ഏരിയയില് വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അത്ര ട്രാഫിക് ഉണ്ട്. 40-30 ഇടയിലാണ് നമുക്ക് ഡ്രൈവ് ആക്കാൻ പറ്റുക. ആ 30 സ്പീഡ് അല്ലെങ്കിൽ ചെറിയൊരു സ്പീഡിൽ വന്ന്
അപ്പോ അങ്ങനെ വെറുതെ അടിച്ചു കയറ്റി എന്നിട്ട് എല്ലാ ന്യൂസിലും വന്ന് ഞമ്മ ഭയങ്കര എന്ത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ത് ഇത് സംഭവം പെട്ടെന്ന് എല്ലാ ന്യൂസിലും എല്ലാം കാണുന്നത് ഞമ്മക്ക് ഒരു സംഭവം എന്ത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ മീഡിയാസ് ഇതാണ്. ഇതിൽ ഏതൊക്കെ മീഡിയാസ് ആണ് മെയിൻ ഇതിനെ കുത്തിത്തിരിപ്പാക്കിയത്? മെയിന് മറുനാടൻ മലയാളി, അവര് ഷാജൻ സ്കറിയ വരുന്നത്, ഷാജൻ സ്കറിയ. അപ്പോ അയാള് മെയിൻ എന്നല്ലെങ്കിൽ അയാളെ പറയേണ്ട ആവശ്യമില്ല, അയാളെ പറയേണ്ട ആവശ്യമില്ല. അയാളെ കുറിച്ച് എല്ലാവർക്കും അറിയും. മെയിൻ നെഗറ്റീവിന്റെ ആളാണ്. എന്ത് നെഗറ്റീവ് എങ്ങനെ ആൾക്കാരെ നെഗറ്റീവ് ആക്കി ഇടാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജാൻ. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ റീച്ച് ഉണ്ടാക്കുക, അത് റിയൽ ആയിട്ടുള്ള സംഭവം, റിയൽ ആയിട്ടുള്ള സംഭവിക്കും. അതിനെ നെഗറ്റീവ് ആക്കിയിട്ടായിരിക്കും അയാൾ ന്യൂസിലിടുന്നത്, ഈ മറുനാടൻ മലയാളി ന്യൂസിലിടുന്നത്. നിങ്ങളെ പറ്റിട്ട് ആദ്യം അയാളാണ് സ്റ്റാർട്ടിങ് ഇട്ടത് അല്ലേ? എന്തെല്ലാം പറഞ്ഞു. നാട്ടിലുണ്ടായിന് ഒരു കാസർഗോഡ് വാർത്ത പറഞ്ഞിട്ട് ഇവിടുന്ന് മലപ്പുറത്തുനിന്നെല്ലാം കുറച്ച് കോളേജിൽ BA കോളേജിൽ ഒരു പരിപാടി ഉണ്ടായി. അവിടുന്ന് കുറച്ച് പുറത്തുനിന്ന് മലപ്പുറത്തുനിന്നെല്ലാം കുറച്ച് വണ്ടീസ് വന്നിട്ട് അവർ പോകുന്ന സമയത്ത് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കാസർഗോഡ് ടൗണിൽ. ഞാൻ വെറുതെ നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ എന്ത് സംഭവം നോക്കാൻ വേണ്ടിട്ട് പോയി. ഞങ്ങളെ വണ്ടി രണ്ടാളും ഒന്നിച്ച് പാർക്ക് ചെയ്ത് സൈഡ്. ഞങ്ങൾ പോയിട്ട് ഈ പ്രശ്നം എന്ത് നോക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും പരക്ക് പോയി. എനിക്ക് രാത്രി ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ട് കാസർഗോഡ് വാർത്ത ന്യൂസില് അമിത ശബ്ദം ഉണ്ടാക്കി 2 വണ്ടി പിടി. നിർത്തിയിട്ട ഫോട്ടോ നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് അത് പോയതാണ് വണ്ടി ന്യൂസിൽ ഞങ്ങളെ വണ്ടി പിടിക്കുന്നത്. അത് സംഭവം മനസ്സിലായില്ല. ഈ മീഡിയക്കാരെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ഒരു ന്യൂസ് മീഡിയക്കാർ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇടുന്നത്. ഓർ എന്ത് നോക്കല്ല, ഓർക്ക് മെയിൻ വേണ്ട എന്ത് ഒരു ഡെയിലി ഒരു കണ്ടന്റ് വേണം. മീഡിയാസിന് വേണ്ട ഒരു കണ്ടന്റ്. പിന്നെ ഓർക്ക് എന്ത് ഇപ്പോ നല്ലൊരു കണ്ടന്റ് ആക്കി ഇടുന്നത്, ഇപ്പൊ യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ അതൊരു ഓർക്കൊരു ഇൻകമാണ്. ഒരു ശരിക്കും പറഞ്ഞാലില്ല ഞാൻ സത്യം മീഡിയസിനെ ട്രസ്റ്റ് ആക്കല. കാരണം എന്താ വെച്ചാൽ ഒരു സത്യാവസ്ഥ അല്ല മീഡിയയിൽ ഇടുന്നുള്ളത്. കുറേ എന്തെല്ലോ കുത്തി നിറച്ചിട്ടാണ് ഇടുന്നുള്ളത്. ശരിക്കും നടന്ന സംഭവം വേറെ എന്തെങ്കിലും ആയിരിക്കും, ബട്ട് ഇടുന്നത് വേറെന്തോ. അതന്നെ കൊറേ എരിവും പുളിയെല്ലാം എക്സ്ട്രാ കൂട്ടുന്നു, കൊറേ കുറയ്ക്കുന്നു, വേണ്ട പോലെ ഇടുന്നത്. മൊത്തത്തില് മാറണം. അപ്പൊ ഇനി എത്ര വർഷമായി ഇങ്ങനെ പോകുന്ന. അപ്പൊ ഇതിനല്ലൊരു എന്തെങ്കിലും ഒരു എത്ര കാലം എന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു മാറ്റവും ഇല്ല. ഇതേ ഒരു മീഡിയാസ് ആംഗിളും എല്ലാം ടോട്ടലി. നമ്മിപ്പോ റോഡില് വണ്ടി എടുക്കുന്നത്, ടാക്സി കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നത്, റോഡ് നേരണ്ടാ ഇല്ലല്ലോ, റോഡ് നേരണ്ട. ഇപ്പൊ ഒരു മഴ പെയ്തിട്ട് റോഡെല്ലാം പോയി. അപ്പൊ ഇങ്ങനത്തെ സംഭവം ഇതെല്ലാം എന്തുകൊണ്ട് നേരാന്നില്ല. നമ്മള് റോഡ് ടാക്സ് കെട്ടുന്നുണ്ട്, എല്ലാം നമ്മൾ കെട്ടിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് വണ്ടി ഇറക്കിയിട്ട് നമ്മള് സ്വന്തം വണ്ടി നമ്മൾ പൈസ കൊടുത്തെടുത്ത് എന്നിട്ട് റോഡ് ശരിയില്ലല്ലോ, സമ്മതിക്കുന്നില്ല. നാട്ടിലെ റോഡ് എങ്ങനെയായിരുന്നു? ഇവിടുത്തെ റോഡും ദുബായും നാട്ടില് ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ്. സത്യം എത്ര ആൾക്കാർ ചോദിച്ചു ഈ വണ്ടി എങ്ങനെ റോഡിൽ ഓടിയിട്ട് പോകുന്നതിന്. എന്ത് പറയാന്ന് എല്ലാം അക്സെപ്റ്റ് ആക്കി. കാരണം എല്ലാവരെയും പോലെ ഉണ്ടാവില്ല, ഉള്ളത് വെച്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് പോകുന്നു. കൊറേ എക്സ്പീരിയൻസ് ആയി. പിന്നെ ഇപ്പൊ വരാങ്ങിയ സമയത്താണ് ഏറ്റവും കൂടുതൽ റോഡ് മോശമായത്. ഇപ്പൊ വരാങ്ങിയ സമയത്ത് നല്ല മഴ പെയ്ത് ആ മഴയില് ഫുള്ള് റോഡ് ഏകദേശം കുണ്ടായിന്. അപ്പോ കൊച്ചിക്കൊന്നും ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, നാട്ടിൽ നിന്ന് പറ്റുന്നില്ല. ഇല്ല, റോഡ് പണി നടന്നുകൊണ്ടല്ലേ, ഹൈവേന്റെ പണി നടന്നുകൊണ്ട് പണീന്റെ മുകളിലേക്ക് വേറും പണിയായി. ഫുള്ള് മഴ പെയ്തിട്ട് ഫുള്ള് കുണ്ടായിന്. പിന്നെ മഴന്റെ ആ വെള്ളക്കെട്ട് അതെല്ലായിട്ട് ഇപ്പൊ കൊച്ചിക്ക് തീരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ടൈമും എത്ര എടുക്കും അല്ലെ? നല്ല ടൈം എടുക്കും. നമ്മളിപ്പോ ഇവിടുന്ന് ആലോചിച്ചോ, ഇവിടുന്ന് അബുദാബിക്ക് ഒരു 160 കിലോമീറ്റർ, നമുക്കൊരു 1.25 മണിക്കൂറിൽ എത്തും. നാട്ടിലൊരു 160 കിലോമീറ്റർ എത്ര ടൈം എടുക്കും? 10-12 മണിക്കൂറാവും നാട്ടില്. എന്തായാലും ഒരു 10 ഇരട്ടി. പിന്നെ അതന്നെ കറക്റ്റ് പറഞ്ഞ. ഇതെല്ലാം എപ്പോ മാറുന്നേ, എപ്പോ ഏത് കാലത്ത് ഏതെല്ലാം മാറി കിട്ടൂ. പിന്നല്ലേ ആർക്കെങ്കിലും ഉണ്ടാവോ എന്തൊരു ആഗ്രഹം നമ്മളെ നാട് മാറി കിട്ടാൻ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ദുബൈയിൽ വന്നിട്ട് UAE വന്നിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ കാണുന്ന ഓരോ കാഴ്ചകളും. അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ട് എന്ത് നമ്മളെ നാട് എപ്പോ ഇങ്ങനെ ആന്ന്. കറക്റ്റ്, ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ വണ്ടിന്റെ ടാക്സ് ഒക്കെ കിട്ടിയാൽ ഇവിടെ കിട്ടുന്ന ആ റോഡിന്റെ ഫെസിലിറ്റീസ് നമുക്ക് എത്രത്തോളം നല്ല അമ്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. നാട്ടിൽ നമ്മൾ ഇത് എന്തല്ല, അതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് അതന്നെ. എന്തായാലും നാട്ടിലൊരു മാറ്റം വരണം എന്തായാലും. ഇനി നമ്മൾ ഈ വീഡിയോ കൊണ്ട് ചിലപ്പോ അതൊരു ഉപകാരപ്പെട്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതന്നെ, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ബാക്കിൽ പോവാന്നുണ്ടെങ്കിൽ
പിന്നെ ഞമ്മക്ക് തന്നെ പണി ചിലപ്പോ പറയാൻ പറ്റല്ലേ വേറെ എന്തെങ്കിലും കേസും കാര്യങ്ങളാക്കി നമ്മളിടും. അങ്ങനെയാണ് ഇപ്പൊ. അതാണ് ഇപ്പൊ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടം ചെല്ലുന്നത് അതാണ്. നമ്മ എന്തെങ്കിലും നിയമപരമായിട്ട് ചിലപ്പോ നമ്മ ഇനി സംസാരിക്കാന്നോ എന്തിനെങ്കിലും മുണ്ടാൻ പോയെങ്കിൽ എന്താവും നമ്മ അകത്തുണ്ടാവും. അതാണ് ഇപ്പൊ ശരിക്കും നടക്കുന്നുള്ള സംഭവം അതാണ്. അപ്പോ കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ലീഗലായിട്ട് എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മ ലീഗൽ അല്ലാണ്ട് പോകുമ്പോഴാണ് നമുക്ക് സക്സസ്ഫുൾ ആയത്. പല സ്ഥലങ്ങളിലും കറപ്ഷൻ, അഴിമതി, കൈക്കൂലി കൊടുത്താലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല. നമ്മ ഇപ്പൊ ഫൈറ്റ് ആക്കാൻ നിൽക്കുന്നത്, ഫൈറ്റ് ആക്കാൻ 100% നമുക്ക് നിൽക്കാം. എന്താ ലീഗലായിട്ട് നമ്മളെ സൈഡിലുണ്ട്, ലീഗലായിട്ട് സൈഡിലുണ്ട്. ടൈം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മ നിൽക്കുക. ഓക്കെ, പേപ്പേഴ്സ് കാര്യങ്ങൾ കൊടുക്കുക. ടാക്സ് ഉണ്ട്, പേപ്പർ, ഇൻഷുറൻസ്, വണ്ടിയുടെ കാർനെറ്റ്, പിന്നെ കസ്റ്റംസ് ഇറക്കി തന്ന പേപ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തെങ്കിൽ ഓരെന്താക്കും ഒരു 3-4 ദിവസം ഇങ്ങനെ ഉരുട്ടു. നമുക്ക് അതിന് സമയമില്ല. നമ്മ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോയത്. അപ്പൊ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്ത കൊണ്ട് നമ്മ എന്താക്കുന്നത്, വീട് സാല പോട്ട് പൈസ കൊടുക്കുന്നു, ഒഴിവാക്കുന്നു. അവർക്ക് വേണ്ട തന്നെ. അതിന് വേണ്ടിയിട്ടാണ് അവർ നിർത്തുന്നത്. അത് അവർ പറയുന്നത് ചെയ്യുന്നത് എന്ത് ഓക്കെ ലീഗലായിട്ട് മെയിൻ എന്തെല്ലാം MVD കൈമാറും. MVD കൈമാറിട്ട് MVD റിപ്പോർട്ടൊക്കെ വന്നിട്ടാണോ അത് നമ്മളൊന്ന് ഇതാക്കാൻ കുറെ ടൈം എടുക്കും തോന്നിയെങ്കിൽ നമ്മ ബാക്കിലോട്ട് പോകുന്ന. കറക്റ്റ്. അപ്പൊ നമ്മ എന്താക്കും സംഭവം നമുക്ക് അവർക്കറിയാം എന്താ ഇത്ര വലിയ വണ്ടി നാട്ടിൽ കൊണ്ടത് അവർ എന്താക്കും നല്ലൊരു എമൗണ്ട് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടീം തന്നെ ആയിരിക്കും. പിന്നെ നല്ല നല്ല കുറെ പോലീസുകാരിൽ നല്ല നല്ല ആൾക്കാരുണ്ട്, സപ്പോർട്ടാക്കിയ ആൾക്കാരുണ്ട്. ഓർക്കും വണ്ടി ക്രേസിലാണ്. എന്റെ നാട്ടിലുള്ള സ്റ്റേഷനിൽ ഒരു SI ഉണ്ടായി, ട്രാൻസ്ഫർ ആയിട്ട് പോയി. മുപ്പൊരു ഭയങ്കര വണ്ടിനോട് ക്രേസിലുള്ള ആളാണ്. നമ്മള് നോക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഉപദേശിച്ചു വിടും. രണ്ടും ഉണ്ടാവും, രണ്ട് സൈഡ് ഉണ്ടാവും. നല്ല ആൾക്കാരുണ്ട്, എല്ലാരും പറയാൻ രണ്ടും ഉണ്ട്. ബട്ട് നമുക്ക് ഇപ്പൊ നല്ല ആൾക്കാർ കുറവ് കണ്ടത്. സത്യം പറഞ്ഞെങ്കിൽ നല്ല ആൾക്കാർ കുറവാണ് കണ്ടത്. കറക്റ്റ്. ചിലപ്പോ അത് കുറവ് കാണാന്നുള്ള റീസൺ ചിലപ്പോ അവര് നമ്മള് എതിരിൽ പെടാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോ അതായിരിക്കും. തന്നെ അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ തന്നെ പറഞ്ഞിട്ട് പോണില്ല. ഇത് നമ്മളെ പോലെ എക്സ്പീരിയൻസ് ഒക്കെ എത്ര ആൾക്കാരുണ്ടോ. പക്ഷെ അവരെല്ലാം പറയൂല. അവരുടെ ബിസി കാര്യത്തിൽ അവര് പോകും. എല്ലാരും അങ്ങനെ ഫേസ് ചെയ്യും, ആരും പറയൂല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾ ഫേമസ് ആയതുകൊണ്ട് ആളുകൾ കണ്ടിരിക്കും നിങ്ങളത്. അതാണ് അത്. എന്തായാലും പിന്നെ വെച്ചാല് ഇപ്പോ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നും ഇങ്ങനെ എന്താ വെച്ചാല് ഒരു വണ്ടി ഇങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നു ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ഭയങ്കര ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നത് കൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ പാഷൻ ആയതുകൊണ്ട് ഇതാക്കിയതാണോ? എന്താണ് ഇതിന്റെ ബാക്കിൽ? നീ ചോദിച്ചേ കറക്റ്റ് ചോദ്യം. എന്തറിയോ ഇത് സംഭവം പറയണോ? ഇത് ആൾക്കാർ വിചാരിക്കും ഇവര് വലിയ കോടീശ്വരന്മാരായിരിക്കും, ഇവര് ഭയങ്കര റിച്ച് ഫാമിലി ആയിരിക്കും. അല്ല, ഇതെങ്ങനെ വെച്ചാൽ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു 16 വയസ്സിൽ ഞാൻ പണിയെടുക്കുന്നുണ്ട്. അത് എടുക്കേണ്ട ആവശ്യമില്ല, ബട്ട് ആ ഒരു എടുക്കണമെന്ന രീതിയിലാണ് സ്റ്റാർട്ട് ആക്കിയത്. മുമ്പ് എന്തൊക്കെ ചെയ്തിന് ഇതില്ല, എന്ത് സാൻഡ് മൈനിങ്, പൊയ്യ എടുക്കാൻ പോകുന്നില്ല, പൊയ്യ എടുക്കാൻ പോകുന്നു. പിന്നെ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തിന് ഞാൻ. പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പിൽ ഉണ്ടായിന്. പിന്നെ വേറെ എന്തെല്ലോ ജോബിനെ ചെയ്തിന്. പിന്നെ ഞാൻ ഏകദേശം ഒരു 18 വയസ്സിലാണ് ഞാൻ ദുബൈക്ക് കയറുന്നത്. 18 വയസ്സിൽ ദുബൈയിൽ കയറിയിട്ട് ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള കുറെ ഇതിന്റെ CV ആക്കി, കുറെ കമ്പനീസിൽ CV കൊടുത്ത്, കുറെ മെയിൽ അയച്ച്. അങ്ങനെയാണ് ഞാൻ ഒരു പെർഫ്യൂമിന്റെ ഷോറൂമിൽ ഫസ്റ്റ് ഞാൻ കയറുന്നത്. അപ്പോൾ ആടുന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ ആ ഷോറൂമിൽ വർക്ക് ചെയ്ത് പിന്നെ ഏകദേശം 1.5 വർഷം അവിടെ വർക്ക് ചെയ്ത് പിന്നെ വേറെ ഒരു കമ്പനിയിലേക്ക് മാറി. അങ്ങനെ ഏകദേശം ഒരു 3 വർഷം 4 വർഷമല്ലേ ഞാൻ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ ഒരു കമ്പനി ത്രൂല് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ അണ്ടറിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് അവിടെ തന്നെ തീരും. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഒരാൾ അണ്ടറിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് അവിടെ തന്നെ തീർന്നു. മറിച്ച് അമ്മ എന്താക്കാ, ഞാൻ ആ സമയത്ത് കഴിഞ്ഞത്ര എന്നെ കൊണ്ട് പറ്റുന്ന സേവിങ്സ് ആക്കിയാണ്. പിന്നെ ഞാൻ എന്താക്കി, നമ്മ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ആകുന്നത്. എത്ര വർഷം പണിയെടുത്തിട്ട് ബിസിനസ്സിലേക്ക് കയറുന്നത്? ഞാൻ ഏകദേശം വർഷം നോക്കിയെങ്കിൽ ശരിക്കും മുമ്പ് നോക്കുന്നുണ്ടെങ്കിൽ 8 വർഷമുള്ള പണിയെടുത്തിട്ടുണ്ട്. 8 വർഷം പണിയെടുത്തിട്ടാണ് ബിസിനസ്സിലേക്ക് കയറുന്നത്. നമുക്കൊരു ഫൗണ്ടേഷൻ ബേസ് വേണം. നമ്മൾ ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങിയാൽ പൊട്ടു. എക്സ്പീരിയൻസ് വേണം 100%. അപ്പോ ആടുന്നാണ്. അപ്പോ മുമ്പില് എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഞാന് വർക്ക് ചെയ്തോണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കളിച്ചുകൊണ്ടാണ്. ആ സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ടാണ് ഇന്നിടത്തേക്ക് എത്തിയത്. കാരണം അത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്തിന്. ആ സ്റ്റാർട്ടിങ് ഞാൻ മുമ്പ് കപ്പിൾസ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടായത്.
അപ്പോ അത്ര സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയതും 100% ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തത് ഓറെ കൊണ്ടാണ് ഇടത്തേക്ക് എത്തിയത്. അപ്പോ മെയിൻലി ഞാൻ ആ ഒരു ബിസിനസ് സ്റ്റാർട്ടായി, പിന്നെ ആടുന്നാണ് മുമ്പോട്ടേക്ക് കയറിഞ്ഞു. അപ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടല്ല, എന്താ ചെയ്യാ, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. മാക്സിമം നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്ര ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഹാർഡ് വർക്ക് പിന്നെ സ്മാർട്ട് വർക്ക്, എത്ര സ്മാർട്ടായിട്ട് മുമ്പോട്ട് പോകുന്ന അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പൊ ഒരാൾ അണ്ടറിൽ പണിയെടുത്തെങ്കിൽ 100% അടേ ബാക്കിയാവും. എന്താക്കുക, നമുക്ക് അതിനൊരു ഗ്രോത്ത് വേണ്ടേ. ലൈഫിൽ മുമ്പോട്ട് ഇതേപോലെ മുമ്പോട്ട് പോകുന്ന കാര്യമില്ല, അടേ ബാക്കിയാവും. മാക്സിമം ഗ്രോത്ത് വരണമെങ്കിൽ അതിന് മുമ്പോട്ട് എന്ത് വേണ്ടേ എന്നുള്ളത് ഫസ്റ്റ് നോക്കണോ. അത് ഇനിയിപ്പോ ബിസിനസ് ഡയറക്ടറുകൾക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും ചെറുതിൽ സ്റ്റാർട്ട് ആയിട്ടാണ് ആദ്യം പണിയെടുത്തിട്ട് അതിന്റെ സേവിങ്സിൽ ഒരു ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം. അതന്നെ ഫസ്റ്റ് ആ ബിസിനസ്സിലേക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണോ. കാരണം ഫസ്റ്റ് ബിസിനസ്സിലേക്ക് എന്താവും, അതിനെ കുറിച്ച് അറിയാതെ ബിസിനസ്സിലേക്ക് എന്തായാലും ലോസ് ആവും. അപ്പൊ ഇത് ബിസിനസ്സിലേക്ക് മുമ്പ് എന്ത് ചിന്തിക്കണ്ട, എന്ത് സംഭവം ഇതിപ്പോ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമോ, ഈ പ്രൊഡക്റ്റിനെ കൊണ്ട് കസ്റ്റമർക്ക് ബെനിഫിറ്റ് എന്തുണ്ടാവും, പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് അത് മനസ്സിലാക്കണം. ഇതിൽ എന്തെല്ലാം നെഗറ്റീവ് വരും, അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോ അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് എൻ്റെ വൈഫ്, ഞാൻ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഭയങ്കര ഒരു യങ് ഏജിൽ ആ സമയത്ത് എനിക്ക് എന്തുണ്ടായിട്ടാ, ആ സമയത്ത് എനിക്ക് എന്തു പറയാൻ പറ്റിയ ഒരു ഇൻകം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. ബട്ട് സ്റ്റിൽ ഓള് എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കി, ഓള് നമ്മളെ മനസ്സിലാക്കി നിന്ന്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി മുമ്പോട്ട് പോയി. പിന്നെ ഒന്നിച്ച് നിന്നാണ് പിന്നെ എൻ്റെ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് എൻ്റെ വൈഫിന്റെ ഭാഗത്താണ് എനിക്ക് ഉണ്ടായത്. എനിക്ക് കുറെ അനുഭവം ഉണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായത് തന്നെ കുറച്ച് ചങ്ങായിമാരിൽ തന്നെ പറ്റിച്ചു പോയ അനുഭവങ്ങളുണ്ട്. അപ്പൊ ആടുന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. കാരണം അതെല്ലാം എക്സ്പീരിയൻസ് ആക്കിയെങ്കിലാണ് മുമ്പോട്ട് നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അങ്ങനത്തെ ആളുകളെല്ലാം ഇതാക്കി പോയി, വിശ്വസിക്കാൻ പറ്റില്ല തോന്നി. അപ്പൊ അതിൽ കുറെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനെ കുറിച്ചിട്ട് ലൈഫിലേക്കുള്ള കുറെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആടുന്ന് കിട്ടിയത്. അപ്പൊ എൻ്റെ ഒന്നിച്ചിട്ട് എൻ്റെ കൂടെ വൈഫ് ഉണ്ടായത് കൊണ്ട് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടി എൻ്റെ ബിസിനസ്സിലേക്ക്. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ബിസിയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഓളോട് പറയും, ഇത് നോക്കണോ, അത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഓള് നോക്കും. അപ്പൊ എനിക്ക് അൽഹംദുലില്ലാ ഒരു ഹാപ്പി മൂമെന്റ് ആണ്. ഒരു ഒന്നിച്ചിട്ട് ഒരു ബാക്ക്ബോൺ ആയിട്ട് ഒരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഹാപ്പി തന്നെ. അങ്ങനെ ആദ്യം എല്ലാവരോടും മിങ്കിളായിട്ട് എല്ലാവരോടും ഭയങ്കര അടിച്ചുപൊളി ഒരുപാട് ഫ്രണ്ട്സ് വൈബ് അങ്ങനെ ഉണ്ടായി. പിന്നെ ഫാമിലിയിൽ മാത്രം ഒരുപാട് അടി കിട്ടിയപ്പോ അത് ഫസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇതാണ് ഈ ഒരു പ്രായത്തിൽ. അതന്നെ അത് കൂടുതലായിട്ട് ആരും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. കൂടുതലായിട്ട് ആരും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. കൂടുതലായിട്ട് ഒരാള് പെട്ടെന്ന് ഒരാൾ കണ്ടെങ്കിൽ കൂടുതലായിട്ട് മിങ്കിളാവാന്നും പാടില്ല. ജീവിതത്തിൽ പഠിച്ച ഏറ്റവും കൂടുതൽ അടുത്ത് അറിയുന്ന ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോ. തന്നിന് സത്യം പറയല്ല, അടുത്തറിയുന്ന ഫ്രണ്ട് തന്നെ പണി തന്നത്. സത്യമോ, അടുത്തറിയുന്ന ഫ്രണ്ട് എല്ലാവർക്കും അങ്ങനെ പറയുന്ന കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അനുഭവിച്ചാല്. അപ്പോ പഠിച്ച് ഏകദേശം കുറെ പഠിച്ച് പിന്നെ നമ്മ എന്ത് ചെയ്യാ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. കാരണം എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കലോ, എന്നും ഒരു കുറവ് കൊടുക്കും. അതന്നെ സ്വാഭാവികം, മനുഷ്യന്മാരാണ്, നമുക്ക് ആരൊന്നും പറയാൻ കഴിയില്ല. നമ്മള് അതന്നെ അപ്പൊ എല്ലാവർക്കും എല്ലാം കൊടുക്കലല്ല, എന്തെങ്കിലും കുറവുണ്ടോ. ഇപ്പൊ എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. അപ്പൊ നമ്മ എന്താക്കാം, ഇതെല്ലാം ഇങ്ങനത്തെ കാര്യം മുമ്പോട്ട് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. കൊറേ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ അതിന്റെ കുറവായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും കുറവ് എനിക്കായെങ്കിലും ആർക്കെങ്കിലും ഒരു കുറവുണ്ടാവും. അപ്പൊ അതെല്ലാം മുമ്പോട്ട് എന്താക്കാം, നമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് ലൈഫ് പോകുന്നത്. ഖുലിഖൽ ഇൻസാനു ദഈഫ എന്നാണ് ആയത്ത് ഖുർആനില്. അതായത് അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് മൊത്തം ബലഹീനതയിലാണ്, വീക്ക്. എല്ലാവർക്കും എന്താണ് ഇൻപെർഫെക്ഷൻ, ആരും പെർഫെക്ഷൻ ആയിട്ട് ജനിക്കുന്നില്ല. എല്ലാവരുടെ അടുത്തും ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും. കറക്റ്റ്. അതിപ്പോ പെർഫെക്ഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ മൽക്ക അല്ലെങ്കിൽ ജിന്നാരെങ്കിലും ആണോ, മനുഷ്യനായെങ്കിലും എന്തായാലും ഒരു കുറവില്ലാണ്ട് നിക്കല. അങ്ങനെ അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് വെച്ചാൽ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിന് അങ്ങനെ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാതെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനൊന്നും അല്ല. അങ്ങനെ മാഷാ അല്ലാഹ് അതൊരു മോട്ടിവേഷൻ ആണ്. കാരണം ഇപ്പൊ വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിനും മറ്റുള്ള ആളുകൾക്ക്, കാരണം അവർ കാണുന്നത് എന്താണ്, ഈ ഒരു റോഡ് ഷോയും ഇത് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും
സ്ലീപ്ലെസ് നൈറ്റ്സും ഒരുപാട് അല്ലെ, എത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും ചില സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ? ഞാൻ ചില സമയങ്ങളിൽ സത്യം പറഞ്ഞെങ്കിലേ 3-4 മണിക്കൂർ ഉറങ്ങിയിട്ട് വർക്ക് ചെയ്ത ദിവസമല്ലേ 20 മണിക്കൂറൊക്കെ. അപ്പൊ അത് കാരണം എന്തെങ്കിലും മജ്ബൂർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയമായിട്ടാകുമ്പോ വേറെ ആരുണ്ടായിട്ടാ ഹെൽപ്പിന്. വൈഫ് ഉണ്ട്, നമുക്ക് ഇപ്പൊ വൈഫ് സപ്പോർട്ട് ഉണ്ടായിട്ട് നമുക്ക് ഓളെ ബുദ്ധിമുട്ടേക്കാൻ പാടില്ല. അതൊരു മോശമാണ്. അപ്പൊ ഓളൊരു സപ്പോർട്ട് ഉണ്ടായിട്ട് നമുക്ക് ഇപ്പൊ ഓരോ കാര്യത്തിന് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത് മോശം. അപ്പൊ ഞാൻ എന്താക്കി അങ്ങനത്തെ സിറ്റുവേഷൻ എന്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് 3 മണിക്കൂറൊക്കെ ഉറങ്ങി 20 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത ദിവസമുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കാം, അല്ലെങ്കിൽ മാക്സിമം അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചാലല്ലേ എനിക്ക് 100% ഉറപ്പുണ്ട് എന്ത് ഇന്ന് ഇത്ര വർക്ക് ചെയ്ത നാളെ അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് അത്ര വർക്ക് ചെയ്തതും. കാരണം അൽഹംദുലില്ലാ അത് ഉണ്ടായി. അൽഹംദുലില്ലാ സത്യം ഹാർഡ് വർക്ക് എന്നെല്ലാം പറഞ്ഞെങ്കിൽ സത്യം എന്നല്ല അള്ളാന്റെ ഒരു ഇത് തന്നെ. ഞാൻ സത്യം പറയല്ല, എനിക്ക് അള്ളാന്റെ ഒരു ഇത് കൊണ്ടുവന്ന് എടുത്ത് എത്തിയത് പഠിച്ചോന്റെ ഭാഗത്തുള്ള സഹായം ഉറപ്പല്ല. അല്ലെങ്കിൽ ഒരാൾ ഹാർഡ് വർക്കിനെ മാത്രമായിട്ട് നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെ മാത്രം ബംഗാളികൾ അന്നും 500 ഇന്നും 500 അതന്നെ. പിന്നെ അള്ളാന്റെ ആ ഒരു തോഫീക്ക് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. കറക്റ്റ്. നമ്മൾ എത്ര വലുതായാലും നമ്മൾ അള്ളാനെ മറക്കാൻ പാടില്ല. ആ ഒരു ഇത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ഇങ്ങനെ ചില മസാലകൾ ഇങ്ങനെ നിസ്കാരത്തിൽ ഇതുണ്ടാവും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളത് മാഷാഅല്ലാ. കാരണം നമ്മളിങ്ങനെ ഏത് ലെവലിൽ നമ്മൾ എത്തുകയാണെങ്കിലും നമ്മൾ ഏത് ഇതിലുണ്ടെങ്കിലും കാരണം അള്ളാഹുമായിട്ടുള്ള ഇടപാട് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ വീടുകാരായിട്ട് അള്ളാഹ് കൊടുക്കാനുള്ളത് 5 വക്ത് കറക്റ്റ് കൊടുക്കുക. 5 വക്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നിസ്കരിക്കേണ്ട ഫർള് നിസ്കാരം ഉണ്ട്. അത് ഇനി എന്ത് കാരണം വെച്ചാൽ അത് നമ്മ വിടാൻ പാടില്ല. അപ്പോ അത് കറക്റ്റ് ആയിട്ട് നമ്മ പോകുന്നതാണ്. ഇപ്പൊ നമ്മ സത്യം ഇതിപ്പോ വീഡിയോയിൽ പറയേണ്ടതല്ല, അത് പറയുമ്പോ ആൾക്കാർ ചോദിക്കല്ലോ ഇപ്പൊ നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് ഇത് എന്താ വെച്ചാൽ ഈ ഫർള് നിസ്കാരം എന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പം ഒരു സീരിയസ്നെസ് ഇല്ല. കുറെ ആൾ നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മ ട്രാവൽ ചെയ്യും, 6 മാസം നാട്ടിൽ വണ്ടി കൊണ്ടിട്ട് 6 മാസം വണ്ടി നാട്ടിൽ കൊണ്ടിട്ട് നമ്മ ഒരു നിസ്കാരം പോലും കള്ളാക്കിട്ടുണ്ടല്ല. 6 കള്ളാക്കിട്ടുണ്ടല്ല. എന്ത് കാരണം വെച്ചാല് നമ്മ ഈ മെയിൻ ഫർളില്ലേ ആ ഫർള് എന്തായാലും നമ്മ നിസ്കരിക്കുക. ഞാൻ ഉംറ ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി ഇതിലേക്ക് ക്ലോസ് ആയത്. ഞാൻ ഒരു 3 വർഷം മുമ്പ് ഉംറക്ക് വരുന്നുണ്ട്. ആ ഉംറ ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് ക്ലോസ് ആയത്. അതിന്റെ ശേഷം ഇതുവരെ ഞാൻ നിസ്കാരം കള്ളാക്കിട്ടുണ്ടല്ല. അപ്പൊ ഈ 6 മാസം നാട്ടിൽ പോയിട്ടാകുമ്പോ എങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ? ഒരു പള്ളി ഉണ്ടെങ്കിൽ പള്ളി ഇല്ലെങ്കിൽ ആടുന്നെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മ നിസ്കരിക്കും. എപ്പോ എന്താക്കും ഒരു നിസ്കാരപ്പാടോ എപ്പോഴും നിസ്കാരപ്പാട് എന്റെ ബാഗിൽ വെക്കും. ഹാൻഡ് ബാഗിൽ എപ്പോ നിസ്കാരപ്പാട് ഞാൻ പറയുന്നിടത്തേക്ക് എന്തെങ്കിലും ആ കുറപ്പുണ്ട്. എന്തെങ്കിലും നമ്മളെ നാട് കേരളത്തിൽ എല്ലായിടത്തും കേരളത്തിൽ നിന്നല്ല മീൻസ് നമ്മ പുറത്തേട്ട് ട്രാവൽ ചെയ്തെങ്കിൽ എല്ലായിടത്തും പള്ളി ഉണ്ടാകുന്നില്ല. നോർത്തിലല്ലോ പള്ളി ഉണ്ടാകുന്നില്ല. ഇപ്പൊ UAE പോലെയല്ല. UAE നമുക്ക് ഏടെ പോയെങ്കിലും പള്ളി ഉണ്ട് നിസ്കരിക്കാൻ. അപ്പൊ ഡോഡ്ജിൽ ഒരു മുസൽ എപ്പോഴും വണ്ടിയിൽ വെക്കും. മുസൽ എപ്പോഴും വണ്ടിയിൽ വെക്കും. അതെന്താ നിസ്കാരം കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ തന്നെയാണ്. അത് നിങ്ങൾ കീറിയ പാന്റ് എന്നല്ല പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അതന്നെ സാധാരണ ആളുകളുടെ ഒരു തോന്നലുണ്ട് ഈ കീറിയ പാന്റും മോഡലിംഗ് ഇങ്ങനെ ഡ്രസ്സും ചെത്തി നടക്കുന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദീൻ ഉണ്ടാവില്ല എന്നല്ലേ നിങ്ങൾ ചോദിച്ചില്ലേ കണ്ടിട്ട്? ശരിക്കും ഞാനിങ്ങനെ അടുത്ത് മനസ്സിലാക്കിയപ്പോ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല, അതെല്ലാം നമ്മൾ തെറ്റിദ്ധാരണയാണ്. ശരിക്കും നല്ല ഈമാനൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഈ മോഡലിംഗ് ചെത്തി നടക്കുന്ന ആളുകൾ. പക്ഷെ അള്ളാഹിനോട് ഭയങ്കര ഭയഭക്തിയും. കാരണം ഇങ്ങനെ രാത്രി ഒറ്റക്കൊക്കെ പള്ളിയിൽ നിസ്കരിക്കുന്ന അങ്ങനെ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി. അപ്പൊ അത് നമ്മളൊരു ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ട ഒരു ഇതാണ്. മാഷാ അല്ലാഹ്. അത് ആൾക്കാരെ പെട്ടെന്ന് വിലയിരുത്തുന്നില്ല. അതാണ് ആ മൈൻഡ് സെറ്റ് ഫസ്റ്റ് മാറ്റണം. ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോ ഇപ്പൊ നോർമൽ തന്നെ ഇതെല്ലാം കാണുമ്പോ വിചാരിക്കും യോനി ഏതോ ആരോ കാണുമ്പോ എന്തോ കഞ്ചാവാ ചർച്ചി എന്നാട്ട് പറയും ചിലപ്പോ കാണുമ്പോ. പക്ഷേ അങ്ങനത്തെ ഇതുവരെ അൽഹംദുലില്ലാ നമ്മ ഇപ്പൊ കണ്ടറിഞ്ഞ യോനെ നമ്മ ഒന്നിച്ചിട്ട് നമ്മിപ്പോ ഒരാൾ മനസ്സിലാക്കണം, ഒന്നിച്ച് ട്രാവൽ ആക്കി നമുക്ക് ഒരാൾ മനസ്സിലാക്കാൻ നമ്മ ഓണ്ടിയിൽ എനിക്ക് ഇതുവരെ ബാഡ് ഹാബിറ്റ്സ് കണ്ടാവും. ഞാനും ഇതുവരെ അങ്ങനത്തെ പോയിട്ട് കാരണം ഒന്നാമത് ചെറുപ്രായത്തിലും അങ്ങനെ കഴിഞ്ഞിട്ട് വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 22 വയസ്സിൽ കല്യാണം ഇട്ട് എത്തിയാണ്. അപ്പൊ ആ ഒരു ഏജ് മുതലേ ഞാൻ ഫാമിലി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഒരുപാട് തലവെച്ച് ആ ഒരു രീതിയിൽ പോകുന്നുണ്ടായത്. അപ്പൊ അങ്ങനെ വഴിവിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടാ. അത് കാരണം വൈഫ് എന്റെ ഒന്നിച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു കമ്പനിയിൽ പോകുന്നുള്ളു. അപ്പൊ ആ ഒരു മൂവ്മെന്റിൽ നിന്ന് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ നിന്ന് എടുത്തേക്ക് എത്തി. അങ്ങോട്ട് പോവാന്ന് ഇങ്ങോട്ട് പോവാൻ നിന്നിട്ടാ.
അത് ബെസ്റ്റ്, അത് ബെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ബെസ്റ്റ് ലൈഫാണ്. ഏത് ലൈഫ്? പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ഉള്ള ഒരു ലൈഫ് ഇല്ലേ, ഞാൻ എക്സ്പീരിയൻസ് ആക്കിയെടുത്തേക്ക് നല്ലൊരു ലൈഫ് അത്. എന്നല്ലെങ്കിൽ നമ്മ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നും ഇപ്പോഴത്തെ ജനറേഷൻ സാഹചര്യമാണല്ലോ അത്. ഇപ്പൊ ഇന്നത്തെ ജുമായിലും ഞാൻ ഖുതുബയിൽ ശ്രദ്ധിച്ചാണ് ഖതീബ് പറയുന്നുള്ളത്. അതായത് നമ്മളെന്ന് വെച്ചാൽ ഹദീസിലുള്ളതാണ് എന്ത്, പ്രായം ലേറ്റ് ആവാൻ പാടില്ല, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കലാണ് അഫ്ദല്. കാരണം ചില മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മളെ ഫ്യൂച്ചറിനും അതുപോലെ നമ്മളെ ദീനിക്കും മാത്രമല്ല ദുനിയാവിനും എല്ലാത്തിനും നല്ലത് ഇത് കല്യാണം ജസ്റ്റ് ഒരു ഇത് മാത്രമല്ല, ആഖിറത്തിലേക്കുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇതിലൂടെ പോകുന്നത്. അതന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരമാണ്. അതാണ്. അപ്പോ മാഷാ അല്ലാഹ്, അത് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അങ്ങനെ പെട്ടെന്നായത്. ലവ് മാരേജ് നല്ല വിചാരിക്കും പറഞ്ഞു അത്താഴത്തിന്. ലവ് മാരേജ് എന്താ വെച്ചാൽ അത് പെട്ടു പോന്നെയാണ്. അറിയാത്ത പ്രായത്തില് പെട്ടു വന്നു. ബട്ട് ചീട്ടാക്കിട്ടാ എന്ത് വാഗ്ദാനം കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കിട്ടാ. ലവ് മാരേജ് എന്ന് പറഞ്ഞാല് ലവ് ആക്കണം, സ്നേഹിക്കണം. പക്ഷെ ഇത് ആഫ്റ്റർ മാരേജ് എന്നാണ് പറയുന്നത്. കാലിനനുസരിച്ചിട്ട് ചെരുപ്പ് മുറിക്കാൻ പറ്റും, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളിപ്പോ ഞാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കും അത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ പറയുന്നത് സംഭവം തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് ദീനത് ഹലാലാവണമെന്നില്ല. എന്ത് വിഷയങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളു. പറയുന്നത് വെച്ചാല് ഇപ്പോഴത്തെ ജനറേഷനില് നമുക്ക് ഒരാൾ അറിഞ്ഞിട്ട് ലവ് ആക്കിയിട്ടാകുമ്പോ നമ്മ ഇപ്പൊ ഒരാൾ ലവ് ആക്കുമ്പോ നമുക്ക് എന്തെന്നറിയും. നമ്മ ഒരാളെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാമല്ലേ നമുക്കറിയും എങ്ങനെ ക്യാരക്ടർ കാര്യങ്ങളല്ലോ. അപ്പൊ അതെല്ലാം അറിഞ്ഞു കെട്ടുന്നത് നല്ലതെന്ന് ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ പറയുന്നത്. അതന്നെ. അപ്പൊ സംഭവിച്ചാലില്ല ഇതന്നെ പറഞ്ഞത് വെച്ചാല് നമ്മ ഇപ്പോ അറിഞ്ഞിട്ട് ഒരാൾ കെട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ബട്ട് നമ്മ എന്തല്ലെങ്കിലും ഒരു ലൈഫാണ് അത് ചൂസ് ആക്കുന്നത്. നേരെ ഒന്ന് സ്പെൻഡ് ആക്കിയിട്ട് ഓരൊക്കെ നമ്മ അറിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നത് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ചിലത് ലിവിങ് ടുഗദർ, ഇപ്പൊ ഇങ്ങനെ വേടന്റെ കേസ് വന്ന് ഇങ്ങനെ വിവാഹ വാഗ്ദാനം കൊടുത്ത് ഇങ്ങനെ ആയി. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല, തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു റിലീജിയനാണ്. കാരണം എന്ത് കാര്യത്തിനും ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഒരു യുക്തി ഉണ്ടാവും. അപ്പൊ നമ്മള് വിഷയത്തിന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. നമ്മള് മോഡിഫിക്കേഷൻ വന്നിട്ട് ഇപ്പൊ നമ്മള് പലയിടത്തേക്ക് എത്തി കണ്ടിട്ട്. എന്തായാലും ഇതൊരു നിങ്ങളിപ്പോ ഈ ഒരു ലവ് മാരേജും അറേഞ്ച് മാരേജും ഇത് ശരിക്കും ഇത് ഗഹനമായിട്ട് ഒരു കോണ്ടന്റ് ഇത് മാത്രം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ചെറിയ സമയത്ത് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം അല്ലെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോ നിങ്ങളിങ്ങനെ വണ്ടിയെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വേസ്റ്റ് അനുഭവം ഉണ്ടായ നിങ്ങൾ പറഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന്. അത് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ? ഇപ്പൊ ഞാൻ കർണാടകയാണ്, കർണാടക പോലീസാണോ അല്ലെങ്കിൽ MVD ആണോ? ഏത് പോലീസിന്റെ അടുത്താണ് ഏറ്റവും വേസ്റ്റ് അനുഭവം? എല്ലാ പോലീസുണ്ടായിരുന്നു. ഇപ്പൊ കർണാടക ആണെങ്കിൽ കേരള ആണെങ്കിൽ എല്ലാ പോലീസുകാര് എല്ലാം ഈക്വല് 100%. മണിപ്പാലിന്റെ പറഞ്ഞില്ലേ, മണിപ്പാൽ പോലീസ് അവർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയെങ്കിൽ ഈ സംഭവം ഉണ്ടായി. ഞാൻ പറയാൻ വിട്ടേ, നമ്മൾ സ്റ്റേഷനിൽ പോയി വണ്ടി സറണ്ടർ ചെയ്യണല്ലേ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോ അടുത്ത എസ് ഐ എന്താക്കിയോ നമ്മ കാറിനായിട്ട് ത്രൂല് വരുന്ന വണ്ടി എന്ന് പറഞ്ഞ് അവർക്ക് മലയാളം അറിയുന്നില്ല. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം മിക്സ് ആക്കിയിട്ട് പറഞ്ഞ് അതിൻ്റെ അമ്മ അവർ ആ എസ് ഐ എന്താ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കി വാട്ട് ഈസ് കാർനേറ്റ്. എന്തെന്നറിയുന്നില്ല. വാട്ട് ഈസ് കാർനേറ്റ് ഞാൻ കണ്ടതാ ഫോണില്. അവിടെ നിന്ന് ഞാൻ നിന്നിട്ടുണ്ടായത്, ഇവർക്ക് ഇരുന്നിട്ടുണ്ടായത്. നീ കണ്ടിനാ വാട്ട് ഈസ് കാർനേറ്റ്? ഞാൻ ഷോക്ക്. അത്രക്കും ഈ ഒരു പോലീസൊക്കെ ആണെങ്കില്ല പഠിച്ചിട്ടെല്ലാണ് പോലീസുകാർ, അല്ലെങ്കിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എത്തുന്ന പോലീസുകാർ. അതായത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോലീസ് ആണെന്ന, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് തന്നെയാ ഒരു പോലീസ് ഈ ഒരു പൊസിഷനിൽ എത്തുന്നത്. കാറിനായിട്ട് നടിക്കണമെങ്കിൽ ഏറ്റവും ബേസിക് കാര്യമാണ്. ഒരു മനുഷ്യന്മാർക്കുള്ള പാസ്പോർട്ട് പോലെയാണ് വണ്ടിക്കുള്ള കാർനെറ്റ്. അതുപോലും അറിയുന്നില്ലെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. ഞാൻ ഷോക്കായ സംഭവമാണ് അത്. ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് അന്നെങ്കിലും അതിനെ കുറിച്ചിട്ട് അറിയുന്നില്ലാലും പറ്റില്ല. അത് വേറെ രാജ്യമാണെങ്കിലും ഓക്കെ, ഡെവലപ്ഡ് അല്ലാത്ത ദരിദ്ര രാജ്യങ്ങൾ, ഇപ്പൊ ഇറാഖിൽ പോകുമ്പോഴും അല്ലെങ്കിൽ സിറിയയില്, ജോർദാനല്ല ഈജിപ്തില്, അല്ലെങ്കിൽ സുഡാനില്, ജിബൂട്ടില്, അവിടെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ ആണെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഒരുപാട് ആളുകൾ പറയലുണ്ട് അവിടെ ബോർഡറിലുള്ള പോലീസിനെ അറിയില്ല എന്താണ് ഇവിടുത്തെ വിസ അല്ലെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയ റൂൾസ്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദാരിദ്ര്യരേഖത്തിന്റെ താഴെയുള്ള രാജ്യമാണ്, ഡെവലപ്ഡ് അല്ല, ഒന്നുമല്ല. പക്ഷെ നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ വേൾഡിലുള്ള ഒരു ആളുകൾ അത്രയും ശ്രദ്ധിക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്.
വേൾഡിൽ തന്നെ പോപ്പുലേഷനിൽ നമ്പർ 1 ആണ്. പല സംഭവങ്ങളിലും നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് അഭിമാനിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ആ ഇന്ത്യയുടെ അവസ്ഥ അല്ലെ, ഇന്ത്യയിൽ അത് നമ്മുടെ തൊട്ട് നാട്, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളത്തില് വാട്ട് ഈസ് കാർണേറ്റ്, ഭയങ്കര സംഭവം അത്. അങ്ങനെയല്ല ഒരു അത്രക്കും ഇതിനെ കുറിച്ചിട്ട് അറിയുന്നില്ല എന്ന് പറയുമ്പോ. അപ്പോ ഇതന്നെ സംഭവം. നമ്മ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഏടെയെങ്കിലും നമുക്കിപ്പോ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ലൊക്കേഷൻ, ഒരു ഡെസ്റ്റിനേഷന് ഇട്ടിട്ട് ഒരു ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂർ മുമ്പ് ഇറങ്ങേണ്ടായിരുന്നു. എന്തെല്ലെങ്കിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ ഡേ ടൈം നൈറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇനി പോലീസുകാരൻ കണ്ടെങ്കിൽ എന്താ വണ്ടി കണ്ട് നിർത്തുന്നത്. കറക്റ്റ്, അത് നമ്മൾ കാണണം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കണ്ടിട്ട് നേരത്തെ ഇറങ്ങണ്ട്. കൊച്ചിനെ കുറിച്ച് ഞാൻ ചോദിച്ച് ഇതിന്റെ രജിസ്ട്രേഷൻ എടുത്തു, ഞാൻ പറഞ്ഞ നമ്പർ പ്ലേറ്റ് ഉണ്ട്, ഇത് കേരളം എടുത്തു നോക്കുന്നവര് എടുത്തുന്നല്ലേ, കൊച്ചിന്ന് കേരളത്തിന്നല്ലേ. അതൊക്കെ ഒരു നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം കേരളത്തിലും അല്ലെ. അതന്നെ. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കർണാടക, മണിപ്പാലല്ലേ? കർണാടക നമ്മളെ നാടാണ്. അപ്പൊ നമ്മള് കൊറേ കുറ്റം പറയല്ലേ. നിങ്ങൾ കർണാടക അല്ല, അടൂർ ബോർഡർ. നിങ്ങള് ഇപ്പൊ ഇത് സ്റ്റേറ്റ് ഇതിലാണ് വരുന്നത്? കർണാടക, കേരള തന്നെ അല്ലേ? അടൂർ കേരള അല്ലേ? ശരി തന്നെ. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇനിയിപ്പോ കാറെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും, ഡ്രീമായി നടക്കുന്ന ആളുകൾ, നാട്ടിലേക്ക് ഇവിടുന്ന് ഒരു കാറൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നവരുടെ എന്താണ് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? മെയിൻലി അവരോട് പറയാന്നുള്ളതല്ല, ഡ്രീം എന്തായാലും ഇപ്പൊ നമ്മ ഇതേപോലെയാണ്, നമ്മ ഡ്രീമായിട്ട് തന്നെ കൊണ്ടുപോയത്. ബട്ട് അവരോട് പറയാന്നുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ആക്കിയ ഓരോ കാര്യങ്ങളും ഓരോ മനസ്സിൽ കണ്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ, ഇപ്പൊ ഈ പോലീസുകാരായാലും MBD ആയെങ്കിലും ഇപ്പൊ ഈ നടക്കുന്ന കറപ്ഷന്, പിന്നെ വണ്ടിന്റെ നമ്മളെ കേരളത്തിലെ സിറ്റുവേഷന്, പിന്നെ ഇപ്പൊ റോഡിനെ കുറിച്ച് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ വീഡിയോസ് കണ്ടിട്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്നതായിരിക്കും ബെറ്റർ. ലീഗലായിട്ട് തന്നെ പോവാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം ടാക്സ് എടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് ക്ലിയർ ആണ്, എല്ലാ പേയ്മെന്റും എല്ലാ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് പോവാ. വെറുതെ അവര് നമ്മളെ നിർത്തിക്കുന്ന തന്നെ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതിന്റെ വണ്ടി നല്ല പൈസ ഉള്ള ടീം എന്തെങ്കിലും കിട്ടുമെന്ന് അത് മനസ്സിൽ കണ്ടിട്ട് തന്നെ പിടിക്കുന്ന ടീംസ് കുറെ. എന്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതിന് ലീഗലായിട്ട് തന്നെ ഇതിന് നേരെ ഫൈറ്റ് ചെയ്യണം, എന്നാലേ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാരും ഇപ്പൊ തിരക്കുള്ള ആളുകൾ ഇങ്ങനെ പോയി അതാരും അറിയുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അല്ലെ? എന്തെങ്കിലും അതന്നെ മെയിൻ. ഇതന്നെ പറയാന്നുള്ള ഒരേ കാര്യം, ഇതെല്ലാം എപ്പോ മാറി കിട്ടുന്നേ, എപ്പോ ഇതെല്ലാം ഒന്ന് മാറി കിട്ടുന്നേ, എല്ലാം ഒരു മനുഷ്യന്മാർ എപ്പോ മാറുന്നേ, നമ്മളെ കേരളത്തിലെ നിയമം മാറുന്ന എപ്പോ, എല്ലാം ഒരു കറക്റ്റ് അതിന്റെ ഒരു ലോജിക്കലി റോഡെല്ലാം അടുത്ത് മാറും. എന്തായാലും നിയമം കൂടി മാറിയാൽ മതി. നമ്മളെ നാട്ടില് വരുന്ന ഓരോ നിയമങ്ങളല്ലേ, അതെല്ലാം ഒന്ന് മാറണം. അതിൻ്റെ അതായത് ഒരു കാര്യത്തിന് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് അതിന്റെ പവർ കൊടുക്കണോ. നോർമലുള്ള കാര്യങ്ങൾ ഇത് നോർമലുള്ള ചില കാര്യങ്ങൾക്ക് വലിയ സംഭവമായിട്ടുള്ള കാര്യത്തിന് ഇങ്ങനത്തെ സംഭവമാണ് നടക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് മാറി. ഇപ്പൊ നമ്മൾ യു എയിലെ സംഭവം എടുത്ത റൂൾസ് എല്ലാം എങ്ങനെ, അതിന്റെ കറക്റ്റ് ഓരോ റൂൾസ് എല്ലാം അതിൽ ഭയങ്കര സംഭവമാണ്. ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇവിടുത്തെ വണ്ടിയിൽ പോകുമ്പോൾ ഫൈന്, ഇപ്പോ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ലൈൻ ചേഞ്ച് ആയെങ്കിൽ ഫൈൻ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ടില്ല ഫൈന്, നമുക്കിപ്പോ ഹെഡ് ലാമ്പ് ഒരു വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഫൈൻ ഉണ്ട്, ഫോൺ യൂസ് ആക്കിയെങ്കിൽ ഫൈൻ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചെറിയ ടൈൽ ചെയ്യുമ്പോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ഏതെങ്കിലും ഏത് ലൈറ്റ് വർക്ക് ആയിട്ടില്ലെങ്കിലും ഫൈന്. പിന്നെ വണ്ടി ക്ലീൻ ഇല്ലെങ്കിൽ വരെ ഫൈൻ ഉണ്ട്. വണ്ടി ഫുള്ള് ഡസ്റ്റ് ആയിട്ട് വണ്ടി റോട്ടിലിറക്കിയെങ്കിൽ അതും ഫൈൻ ഉണ്ട്. ഭയങ്കര സംഭവം. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളെല്ലാം, ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളെല്ലാം എന്തായാലും കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും തന്നെ വരണം ഇവിടെ. നമ്മള് കേരളത്തിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് പോയിന്റ് കൂടുതലായാലും സസ്പെൻഡ് ആവും ലൈസൻസ് 24 ബ്ലാക്ക് പോയിന്റ് ആയെങ്കിൽ നമ്മൾ ലൈസൻസ് 3 months 1 yearലേക്ക് എന്തോ സസ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും ലൈൻ ഡിസിപ്ലിൻ ഒക്കെ കൂടുതൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഇൻബോണ്ട് ചെയ്യണം സ്റ്റേഷനിൽ പോയിട്ട്. 6 months 1 month നമ്മള് വണ്ടി അനക്കാൻ കഴിയില്ല. അങ്ങനെ റൂൾസുകൾ ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മള് ഇത് എന്താന്നുള്ളത് ആളുകൾ ശരിയാന്നുള്ളത്. റൂൾസ് കൂടിയെങ്കിലും പ്രശ്നമല്ല.
വെറുതെ കുടിച്ച് ബ്ലാക്ക് പെയിന്റ് ഇട്ട് തരും. വണ്ടി കാണാൻ കുടിച്ചിട്ട് വേറെ മിസ്റ്റേക്ക് ബ്ലാക്ക് പെയിന്റ് ഇട്ടിട്ട് വിടുക നമ്മളെ. അത് സംഭവിച്ചില്ല. കറക്റ്റ് തന്നെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന അപ്ഡേറ്റ് ആണ്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ നാടിനെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. എന്താ വെച്ചാൽ നാട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. കാരണം നാട്ടിൽ അത്രയും പോപ്പുലേഷനും അത്രയും 3.5 കോടി അല്ല കുറ്റം പറഞ്ഞല്ല, നമ്മുടെ സാഹചര്യം പറഞ്ഞതല്ല, സംഭവം ശരി തന്നെ. കാരണം ഇവിടെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നാട്ടിൽ എന്തായാലും ടൈം എടുക്കും. ഞമ്മ പിന്നെ സഹിക്കാന്നല്ല സാർ, വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാ. അതന്നെ ഡെവലപ്പ് ആയിട്ട് വരുന്നെങ്കിൽ നല്ല ടൈം എടുക്കും. കാരണം ഇപ്പൊ വീടെല്ലാം ചെറിയൊരു ടൈം പീരീഡ് കൊണ്ടാണ് നമ്മളെ UAE 1970 മുതലാണ് ഇത് തുടങ്ങിയത് തന്നെ. ഈ ഒരു ലെവലിൽ 70 വർഷമായിട്ടുള്ളൂ. ഈ ചെറിയ വർഷം കൊണ്ട് ഏത് ലെവൽ, അത് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. കറക്റ്റ്. അപ്പോ ചെറിയൊരു ടൈം പീരീഡിലാണ് ഈടെല്ലാം ഡെവലപ്മെന്റ് ഉണ്ടായത്. അത് ഏത് നെക്സ്റ്റ് ലെവലാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അവിടെ മാറി കിട്ടുന്നില്ല? അതൊരു പോയിന്റ് ഇട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്. കാരണം വെച്ചാൽ നമ്മുടെ നാടിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, നാട്ടിലെ പോപ്പുലേഷൻ ഹൈ ആണെന്നുള്ളതാണ്. പോപ്പുലേഷൻ കൂടുതലാവുമ്പോൾ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് വരും എന്നുള്ളത് ആണ് മാനദണ്ഡമെങ്കിൽ ചൈനയിലും ആ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. ഞാൻ ചൈനയിൽ പോയതാണ്. ചൈനയിൽ ഇവിടുത്തെ UAE-നെക്കാൾ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവിടുത്തെ റൂൾസും റോഡ് ട്രാൻസ്പോർട്ടേഷനും ഭയങ്കര ഭയങ്കര ഹൈ ഫെസിലിറ്റീസ് ആണ് എല്ലാം. അപ്പൊ അവിടെ നോക്കുമ്പോ പോപ്പുലേഷൻ ഒരു പ്രശ്നമല്ല. നാട്ടിലെ ആ ഭരണാധികാരികളും ആ ഒരു ഭരിക്കുന്ന ആളുകളും ഇതൊക്കെയാണ് മാറേണ്ടത്. എല്ലാം ഒന്ന് മാറിയിട്ട് ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം ആയിട്ട് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡും ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം ആയിട്ടുള്ള ആൾക്കാരല്ലോ നമ്മളെ ഈ ഭരണകൂടത്തിൽ വരണം. ആൾക്കാർ എന്നിട്ട് എന്താക്കണോ, ഒന്ന് നാടെല്ലാം നേരാണ്. ആൾക്കാർ അഴിമതി ഉണ്ടാവും. പാലം പൊട്ടുന്ന് എല്ലാം ഫുൾ അഴിമതി കള്ളപ്പണിയാണ്. നേരെ കള്ളപ്പണിയാണ്. കൊണ്ടുവരണോ അപ്പൊ എന്താ ഒന്നും കൂടി കുറച്ചു എന്തല്ലേ ഇനിയിപ്പോ ഇതില് ജനറേഷൻ മാറിയില്ലേ? പണ്ടത്തെ ജനറേഷൻ എല്ലാവരും ഇപ്പൊ പുതിയൊരു ജനറേഷനാണ് വരുന്നില്ല. അപ്പൊ ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം ഈ ഒരു ഭരണകൂടത്തിൽ വന്നെങ്കിൽ എന്താവും, നമുക്ക് ടോട്ടലി നാട് തന്നെ മാറും. ഇപ്പൊ നമ്മ ചർച്ച ആയിക്കൊണ്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. മോഡിഫിക്കേഷനിലും മാറ്റങ്ങൾ വരും. അവർക്ക് എന്താ ഇതിനെ കുറിച്ചിട്ട് യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ സംഭവം അല്ല ഓറും ഇതേപോലെ ഓറും എക്സ്പീരിയൻസ് ആക്കിയിട്ടായിരിക്കും വന്നത്. വണ്ടി ഭ്രാന്തില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല ആരെങ്കിലും, ഓർ ഇതെല്ലാം എക്സ്പീരിയൻസ് ആക്കിയിട്ട് വന്നത്. അപ്പൊ ഓറും എന്താക്കും, ഈ യങ്സ്റ്റേഴ്സ് വന്നാലും ഇതിന് ചേഞ്ചസ് എല്ലാം വരുത്തു. ചേഞ്ചസ് എന്തായാലും വരണോ? അതല്ലെങ്കിൽ അത് ആൾക്കാർക്കുള്ള ഒരു ഡ്രീമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രാന്താണ്, വണ്ടി പ്രാന്ത്. അപ്പൊ ആ ഒരു നമ്മ എന്തല്ലേ നാട്ടില് വണ്ടിക്ക് എന്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന അതിന് വേണ്ട എന്തെല്ലോ ചെയ്യണ്ടേ അലോഡ് കാര്യങ്ങളല്ലോ ചെറിയൊരു ലിമിറ്റ് വെച്ചിട്ട് ഒരു അലോഡെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മാഷാ അല്ലാ, നമ്മളങ്ങനെ ഒരുപാട് സമയം സംസാരിച്ചു. ടൈം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. കുറെ സംസാരിച്ചാ മാഷാ അല്ലാ. എനിക്ക് തോന്നുന്നു എന്തായാലും ആളുകൾക്ക് ഉപകാരമുള്ള ഒരുപാട് കോണ്ടന്റ്സ് കിട്ടിയിട്ടുണ്ടാവും ഈ വീഡിയോയില്. കാരണം ആളുകൾക്ക് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആണല്ലോ. നമ്മള് ഒരു ടൈം ആളുകൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് വേർത്ത് ആവണം ആളുകൾക്ക്. വെറുതെ നമ്മുടെ ടൈം കാണുക, അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. മാഷാ അല്ലാ. അപ്പൊ നമ്മളിത് സാധാരണ ഞാൻ ടച്ച് ചെയ്യാത്ത വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ, വണ്ടി മോഡിഫിക്കേഷന് ഇത്, അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇറങ്ങണല്ലോ നമുക്ക്, അല്ലെ? മാഷാ അല്ലാ. എന്തായാലും നിങ്ങളായിട്ട് ഇന്റർവ്യൂ ചെയ്തതിൽ ഭയങ്കര ചെമ്മു ചെക്കു അടിപൊളി, നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. മാഷാ അല്ലാ, അടിപൊളിയായി, ഉഷാറായിട്ട്. ഞാൻ സത്യം പറഞ്ഞെങ്കിലേ ഫസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ആക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാനിപ്പോ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഫ്ലോയില് പോയി നമ്മള്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായി. മാഷാ അല്ലാ. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയല്ലേ? മാഷാ അല്ലാ. നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ അല്ലേ ഇന്റർവ്യൂ അറ്റൻഡ് ആക്കുന്നത് ഈ ഒരു ടൈപ്പില്? മാഷാ അല്ലാ. എന്തായാലും അപ്പോ വീഡിയോ കണ്ട ആളുകളോട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ കമന്റിൽ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തുണ്ടെങ്കിലും കമന്റിൽ അറിയിക്കുക. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.